السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിസരത്തെ വീടുകളിൽ നിന്ന് കേൾക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന വീട്ടുകാരെ, നാളെ ഇത് റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ അവസരമുണ്ടായാൽ സഹൃദയരെ, മനുഷ്യനാണ് ജീർണിക്കുകയും നന്നാവുകയും ചെയ്യുന്ന സൃഷ്ടി. ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തിയാൽ, ധാർമ്മികമായ ഉയർച്ചയും തളർച്ചയും ഉണ്ടാകുന്ന ഏക സൃഷ്ടി മനുഷ്യനാണ്. നമ്മളാരും ഇന്ന് വരെ ജന്തുലോകത്ത് മൃഗങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി നമുക്കല്പം സാംസ്കാരികമായ കുറവ്, തസ്കിയത്തിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഒന്ന് വർദ്ധിപ്പിക്കണം എന്നൊരു ചിന്ത ജന്തുലോകത്തില്ല. ജന്തുലോകത്ത് അവർക്ക് അവരുടെ ജനിതക കോഡുകളിൽ എഴുതപ്പെട്ട കാര്യത്തിൽ നിന്ന് ഒരിഞ്ച് പുരോഗമിക്കാനോ ഒരിഞ്ച് താഴോട്ട് വരാനോ ഉള്ള അവസരമില്ല. അങ്ങനെയാണ് അവരുടെ സൃഷ്ടിപ്പ്. എന്നാൽ മനുഷ്യനെ പറ്റി അള്ളാഹ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മാവിനെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള ആ വ്യവസ്ഥയെ സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹ് പറയാണ്, ആ അസ്തിത്വത്തെ വ്യവസ്ഥപ്പെടുത്തിയ റബ്ബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ആരാണോ ആത്മാവിനെ ശുദ്ധീകരിച്ചത്, അഭിവൃദ്ധിയുള്ളതാക്കിയത്, സംസ്കരിച്ചത്, അവർ വിജയിച്ചു. ആരാത്മാവിനെ മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടു. സൂറത്ത് ശംസിലെ 7 മുതൽ 10 വരെയുള്ള വചനമാണ്. അപ്പോൾ ആത്മാവിന് ഉണ്ടാക്കുന്ന പരിപോഷണത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ആരംഭിച്ചിട്ടില്ല, ചിന്തിക്കാറില്ല. പൊതുവെ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുക, നമ്മൾ സ്ഥിരം നടക്കുന്ന ഒരാളാണ്, ഒരു പുതിയ ആളെ കണ്ടിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എന്താ ഇപ്പം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എനിക്ക് ഷുഗർ കൂടുതലാണെന്ന് പറഞ്ഞു. അരമണിക്കൂർ നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഡോക്ടർ പറഞ്ഞ ആ ദിവസം തന്നെ അയാൾ നടപ്പാക്കുകയാണ്. എന്തിനാ? അത് ശരീരത്തെ ശുദ്ധീകരിക്കാൻ. നമ്മളിപ്പോൾ രാവിലെ കുറേ ആളുകൾ കണ്ടില്ല, പ്രത്യേക യൂണിഫോമൊക്കെ ധരിച്ചിട്ട് ആണും പെണ്ണും ചാടിയും തുള്ളിയൊക്കെ ചെയ്യുന്നത്. എന്തിനാത്? അത് ദുനിയാവിൽ അവനവൻ്റെ ശരീരം നിലനിന്ന് ദുനിയാവിൽ ജീവിക്കാനുള്ള മോഹം കൊണ്ടാണ്. എന്നാൽ നമ്മളാരും എന്ത് പറയാറില്ല. അതാ ഇപ്പോൾ അള്ളാഹു ഒരു ഡോക്ടർ നമ്മളോട് പറയണം, ആത്മശുദ്ധി കുറച്ച് കുറവാണ്, അതിൽ നിന്ന് വേണം ഡോക്ടർ അറിയില്ല. അത് പറയാനാണ് ശരിക്കും നമ്മളിവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണോ ചിന്തിച്ചാൽ അത് തന്നെയാണ് ഹബീബ് സലൈം തുടക്കത്തിൽ പറഞ്ഞത്. ഇങ്ങനെ ഇരിക്കുന്നതിന് ഒരു പരമമായ ഒരു ഉദ്ദേശം. ആ ഉദ്ദേശം വേറൊന്നുമല്ല, നമുക്ക് തന്നെ സ്വയം തോന്നുകയാണെന്ത്, ഇങ്ങനെ പോരാ, ഇതല്ല ശരിക്കും അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടത്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ടോ വെച്ചിട്ടുണ്ട്, ഇരിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. പള്ളിയുടെ പരിസരത്ത് ഒരുപാട് സ്ത്രീകളുണ്ട്, അവരാരും പള്ളിയിൽ വരുന്നില്ല, എണ്ണപ്പെട്ട ആളുകളാണ് വരുന്നത്. സെലഫികൾ എന്ന് പറയുന്ന ആളുകളുടെ ഭാര്യമാര് ജീവിതത്തിൽ ഒരിക്കലും പള്ളിയിൽ പോയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവില്ലേ? ഒരു നാട്ടിലെ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് 25 കൊല്ലം പ്രസിഡന്റായി ജീവിക്കുമ്പോഴും അയാളുടെ ഭാര്യ ഒരിക്കൽ പോലും പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടം.
കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്, സ്ത്രീകൾ. എന്നാൽ ആ സ്ത്രീകളൊക്കെ കല്യാണപ്പുരയിൽ നേരത്തെ കാണൂലേ, 2 ദിവസം മുമ്പ് ഉണ്ട്. കല്യാണപ്പുരയിൽ എന്തായിരുന്നാലും ഷെറാണ് മുഴച്ച് നിൽക്കുക, ഹൈറ അങ്ങനെ മുഴക്കാറില്ല ഉണ്ടോ? പ്രത്യേകിച്ച് ആധുനിക ലോകത്തെ കല്യാണപ്പുരയിൽ ഹൈറ മുന്തിക്കൽ അല്ല, ഷെറ മുന്തിക്കൽ. എന്നാലും അവിടെ എന്തോ ഒരു തിരക്കാണ്. പറഞ്ഞാൽ കേട്ടാൽ വിചാരിക്കും കല്യാണത്തിന് പെണ്ണുങ്ങൾ ഏറ്റവും മുമ്പിൽ നിൽക്കണം. റസൂൽ ബുഖാരിയിൽ പറഞ്ഞ ഹദീസ് പോലെയാണ്, സത്യല്ലേ? അപ്പം നമ്മളിവിടെ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഉണർവ് ഉണ്ടാക്കുക. സ്വാഭാവികമായും ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, കാരണം കാലം ദീർഘിച്ചപ്പോൾ, കുറേ കാലം പുറകോട്ട് പോകുമ്പോൾ അള്ളാഹ് പറയാണ് അവരിൽ കൂടുതൽ തെമ്മാടികൾ ഉണ്ടായി. ഇത് വല്ലാത്തൊരു കാലത്തിൻ്റെ ദൈർഘ്യം, അവരുടെ ഹൃദയം കടുത്തുപോയി. അത് സത്യം. പഴയ കാലത്തെ സെൽഫി പാരമ്പര്യമുള്ള മഹലുകളിലൊക്കെ നോക്കിയാൽ അല്ലാത്ത ഒരാളെ ഇവർ വിളിക്കൂല, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എന്നാൽ ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ നോക്കിക്കോളി, വളരെ മോശവും പരിതാപകരവുമായ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിക്കോളി. മൊയ്തീൻ ശൈഖിനെ വിളിക്കുമല്ലോ, ജീവിതത്തിൽ ഒരിക്കലുമില്ല. അൽഹംദുലില്ലാ, വലിയ ഖൈറാണ്. പക്ഷെ വേറെ ഹറാമുകളായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ആ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ ഓതി വെച്ച ആയത്തിലൂടെ നമ്മൾ വിവരിക്കുന്നത്. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ. ഖുർആനിലെ 57-ാം അധ്യായം സൂറത്ത് ഹദീദിലെ 16-ാമത്തെ വചനം. ഈ വചനം ഇറങ്ങിയിട്ട് ഏറ്റവും വേദനിച്ച ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം മക്കത്തെ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ അനന്തരമായി പലായനത്തിൻ്റെ ആദ്യഘട്ടം മദീനയിലേക്ക് ആദർശത്തിന് വേണ്ടി ജന്മനാടിനെ ഉപേക്ഷിച്ച് സമ്പാദ്യങ്ങളെ വിട്ടേച്ച് സൗഹൃദങ്ങളെ വിട്ടേച്ച് പടച്ചവനിലേക്കുള്ള ഒരു ഹിജറ. അവരുടെ ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമായിരുന്നു. അതല്ലാത്തൊരു ഹിജറയും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോരുത്തരുടെ നിയ്യത്ത് എന്താണോ, ഇന്ന് നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്താണോ അതേ ഉണ്ടാവുള്ളൂ. ഞാൻ പോയിട്ടില്ലെങ്കിൽ ജമാൽ മദനി നാളെന്നെ കണ്ടാൽ, ഹബീബ് കണ്ടാൽ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. എങ്കിൽ ഇനി ഒരു രണ്ടാളും ഞങ്ങളില്ലെങ്കിൽ നാട്ടുകാർ ഞങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നതാണെങ്കിൽ അതും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ ആയത്ത് ഞാനൊന്ന് ഒരല്പം ഒരിത്തിരി ലേശം മുന്നോട്ട് ഒരിത്തിരി വിശദീകരിക്കാൻ ഉദ്ദേശിക്കണം. അപ്പം മദീനത്തേക്കെത്തി ഒരു വർഷം, ഈ ഒരു വർഷത്തിനുള്ളിലാണ് ഈ ഖുർആനിക വചനം ഇറങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ മക്കത്തെ ത്യാഗമൊക്കെ അങ്ങ് അവസാനിച്ച് മദീനത്തെത്തി കുറച്ചൊക്കെ ഒരു സൗകര്യവും അൻസാറുകളുടെ സ്വീകരണമൊക്കെ കുറച്ചൊരു സെറ്റപ്പ് ആയപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഒരല്പം ഈമാനിക ചൈതന്യം കുറഞ്ഞ പോലെ തോന്നിയപ്പോൾ അല്ലാഹ് ഇറക്കിയായതാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നിങ്ങൾക്ക് സമയമായിട്ടില്ലേ അള്ളാഹനെ ഓർത്തുകൊണ്ട് അവനിലേക്ക് മടങ്ങാനും അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങാനും ജൂതന്മാരായ പോലെ ആകാതിരിക്കാനും? വല്ലാത്തൊരു പ്രയോഗമാണ്. അഖില കിതാബുകാരായ പോലെ ആകാതിരിക്കാനും നിങ്ങൾക്ക് സമയമായില്ലേ? കാലം അവരിൽ കടന്നുപോയപ്പോൾ. അതാണ് നമ്മുടെ ഒരു പള്ളി വരും, പള്ളിക്ക് വേണ്ടി ഓടി നടക്കും. പള്ളി ഉണ്ടായാൽ എല്ലാ കെട്ടുകെട്ട് വിടും, പിന്നെ ഇങ്ങനെ ഒരു നേരിയ ബന്ധമായിട്ട് തീരും. അങ്ങനല്ല. ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് ഡെയിലി ഇങ്ങനെ പുതുക്കി ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഷർട്ട് നുരുമ്പുന്ന പോലെ നിരുമ്പിപ്പോകുന്നതാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലോ കണ്ടിവിടെ ആ ഭൗതിക ലോകത്തിന്റെ പ്രമത്തതയിൽ ഇങ്ങനെ കണ്ട് എന്താ ഇങ്ങനെയൊക്കെ ആയാൽ കാലം അതല്ലേ മാറിയില്ലേ എന്നൊക്കെ നമുക്ക് തോന്നി നമ്മൾ നശിച്ചു പോകും. എന്താ ഉണ്ടാവുക അറിയോ? പടച്ചോൻ നമുക്ക് നിശ്ചയിച്ചൊരു അവധി നമുക്ക് അറിയാത്തുള്ളൂ. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ഞാൻ കൂടുതൽ ആലോചിച്ചൊരു കാര്യം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ജാമിയ നദിവയിൽ ഞങ്ങൾ 8, 9, 10 പഠിച്ച തയ്യിൽ ഷുക്കൂർ, ലീഗിൻ്റെ വലിയൊരാളാണ്, ഇന്ന് മരിച്ചു. ക്യാൻസറായിരുന്നു, സമ്പന്നനായിരുന്നു, ധനാഢ്യനായിരുന്നു, വലിയ വീടൊക്കെയാണ്, നല്ല മക്കളുടെ അതിലൊരു മോളിൻ്റെ മോളെ കൂടെയൊക്കെ പഠിച്ചു, ഇന്ന് മരിച്ചു. മരിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ കൊട്ടിയ ചോര നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മരിക്കുന്നത്. അപ്പം ഞാൻ ഓരോ മരണങ്ങൾ, ഈ അടുത്ത കാലത്തുണ്ടായ മരണങ്ങൾ, ഇപ്പോൾ ബഷീർ എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങളുടെ ബാലുശ്ശേരിയിൽ മരിച്ചു. എൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു. ഇന്നലെ മിനിയാന്ന് ഒന്നുമില്ല, അത് കുഴഞ്ഞു വീണു, മിംസിലെത്തി, പിറ്റേന്ന് മരിച്ചു. എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തലവേദന, ഷാജിൻ്റെ ഭാര്യ, മിംസിലെത്തി, പിറ്റേന്ന് മരിച്ചു. അതിനെല്ലാം നേതൃത്വം നൽകിയ സിദ്ദീഖ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ പള്ളിയുടെ സെക്രട്ടറിയാണ്.
ഷട്ടിൽ കഴിച്ചിട്ട് ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ട് ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞൊരു മരിച്ചു. എൻ്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലുണ്ടായി. ഞാൻ വിചാരിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതുമായ ഒരു കാര്യങ്ങളോട് പറയും. നമ്മളിപ്പോൾ സമയമുണ്ടല്ലോ, നാളെ ആവാം, മറ്റന്നാളാവാം, മറ്റന്നാൾ നന്നാവാം, അടുത്ത ആഴ്ച ഖുർആൻ്റെ ലേണിങ്ങിൽ ചേരാം, അടുത്ത വെള്ളിയാഴ്ച പോകാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഉണ്ടാവുന്നത് നമ്മളോട് ആരാ പറഞ്ഞത്? ഞാൻ ഈ മരണങ്ങളെല്ലാം നമ്മുടെ മുമ്പിലാണ് നടക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനെ മരിക്കുന്ന അവസ്ഥയുള്ളൂ. രോഗിയായി കിടക്കുന്ന എത്രയോ ആൾ നാട്ടിലുണ്ട്, അവരാരും മരിക്കുന്നില്ല. റസൂലിന്റെ പ്രവചനമാണ്. പ്രായം ചെന്നവരങ്ങനെ ബാക്കിയാവും. യുവാക്കൾ പെട്ടെന്ന് പെടഞ്ഞു വീണ് മരിക്കുന്നു. ഹദീസാണ്. അവിടെ കുഴഞ്ഞടുക്കുക, തളർന്നടുക്കുക, ഒന്നും ഉണ്ടായിരുന്നില്ല. അരോഗ ദൃഢഗാത്രൻ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലരുക. ഈ മരണമൊക്കെ കാണുമ്പോൾ നമ്മുടെ മുത്ത് നബി പറഞ്ഞത് ഹക്കാണ്. ആ റസൂല എഴുന്നേറ്റ് ഇങ്ങോട്ട് തട്ടിപ്പടച്ച് എണീറ്റ് ഇരിക്കും. ആയിഷ ബീവി പുറത്തുണ്ടാവും. അന്നാറു ഹഖുൻ അൽ ജന്നത്തു ഹഖുൻ യാ ആയിഷ. നരകം സത്യമാണ് ആയിഷ, സ്വർഗവും സത്യമാണ് ആയിഷ. ആയിഷ ചെരുപ്പിന്റെ വാറ അടുത്ത് നിൽക്കുന്ന പോലെ സ്വർഗം നമ്മുടെ തൊട്ടടുത്തുണ്ട് ആയിഷ. വന്നാറു മിസ്ലു ദാലിക്, നരകവും അങ്ങനെ തന്നെ ആയിഷ എന്ന് പറയുക. മരിക്കപ്പെടാൻ അറിയാത്തതുകൊണ്ട് തന്നെ എന്ത് കരുതിയിട്ട മറ്റന്നാൾ നന്നാകാന്ന് ഈ പറയുന്നത് എന്ന്. ബഷീർ കഴിഞ്ഞ ദിവസം മരിച്ച എൻ്റെ 2 സുഹൃത്തുക്കൾ, 2 പ്രിയപ്പെട്ടവര്. ഇന്ന് 8 മണിക്കാണ് ശുക്കൂറിന്റെ മയ്യത്ത് സ്കാരം. ഞാൻ നിങ്ങളോട് ക്ലാസ് ഏറ്റതുകൊണ്ടാണ്, മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാനിങ്ങനെ ക്ലാസ് ഏറ്റത് ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് പോവുകയാണ്. ഞാൻ നാളെ ശുക്കൂറിൻ്റെ വീട്ടിലെത്തും. നീ ഇപ്പം എന്തായിരുന്നു എടപ്പാളിൽ നിന്ന് വരികയാണ് എൻ്റെ സുഹൃത്ത് ഷാജഹാൻ. ഞങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ചവരാണ് ജാമ്യയിൽ. എത്ര പേരുടെ മരണം നമ്മൾ കേൾക്കുന്നു. കാസർഗോഡ് പ്രോക്കോൺ കഴിഞ്ഞിട്ടാണ് ഫഹ്മി. അവിടെ നിന്ന് എന്നെ ക്ഷണിച്ചാളാ ഫഹ്മി സ്റ്റേജിലേക്ക്. പിറ്റേന്ന് ആക്സിഡന്റിൽ മരിക്കുകയാണ്. ആ മയ്യത്ത് കാണാനാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിക്കുക, നാളെ എന്താ സംഭവിക്കുക ആർക്ക് പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരാൾക്കും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് റസൂൽ എന്ന് പാടിയപ്പോൾ കുട്ടികളെ വിലക്കിയത്. അതുകൊണ്ടാണ്. കാരണം സൂറത്ത് ലുഖ്മാനിലെ 34-ാമത്തെ ഈ ആയത്ത് ലോകത്തിന് ഓതി കേൾപ്പിച്ചു കൊടുത്ത മഹാചാര്യൻ റസൂലാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തവർക്ക് നാളെ എന്താ സംഭവിക്കുക അറിയില്ല. അതുകൊണ്ട് ഇന്ന് തിരുത്തി പോവുക, മനസ്സിനെ കൂടുതൽ സ്ഫുടം ചെയ്യുക. ലോകത്ത് റസൂലിന്റെ പ്രവചനം ഈ കൊല്ലമൊക്കെ പുലർന്ന പോലെ വേറെ പ്രവചനം കാണാൻ കഴിയില്ല. മുത്തനബി പറഞ്ഞ പ്രവചനം ഈ ആഴ്ചന്റെ ഉള്ളിലൊക്കെ എത്രയാ പുലർന്നത്. പ്രഭാതത്തിൽ മുഅ്മിനാണ്, പ്രദോഷത്തിൽ കാഫിറാണ്. അങ്ങനത്തെ എത്ര പ്രബോധകരെ കാണാം നമുക്ക്. പ്രബോധകരെ, സാധാരണക്കാരെയല്ല, പ്രബോധകരെ, ദുനിയാവിന് വേണ്ടി ആദർശം പണയം വെച്ച ആളുകളെ, അഖീദ ക്ലിയർ ആണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അഖീദയുടെ മഹത്വം പ്രഖ്യാപിക്കേണ്ടിടത്ത് ദുനിയാവിന് വേണ്ടി ഇത് വിട്ടെറിഞ്ഞു പോവുകയും ചെയ്ത മനുഷ്യന്മാർ. അവരെന്താ ഓർക്കാത്തത്? നാളെ എന്ന് പറയുന്ന ഒരു ദിവസം അതെന്താ അല്ലാഹുവോട് പറയാ? ഒരു സ്വഹാബി ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് ആർത്ത് കരയണം. അദ്ദേഹം കരഞ്ഞിട്ട് എങ്ങനെ ഇങ്ങോട്ട് ഉയർന്നിട്ട് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കരഞ്ഞു. ഭാര്യയും ഇതുപോലെ വിരുമ്പി കരഞ്ഞപ്പോൾ ഭർത്താവ് ചോദിച്ചു, ഞാൻ കരയുന്നതിനൊരു കാരണമുണ്ട്, നീ എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നതിനൊരു കാരണമുണ്ട്, നീ എന്തിനാ കരയുന്നത്? നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾക്ക് എന്തോ വിഷമമുണ്ടായി, നിങ്ങൾ കരഞ്ഞ പറയാതെ ഞാനും കരഞ്ഞു പോയി. അപ്പം അദ്ദേഹം പറയാണ്, ഞാൻ കരഞ്ഞതേ അള്ളാഹിൻ്റെ ഖുർആനിലൊരു വചനം ഓതിയപ്പോൾ കരഞ്ഞു പോയത്. ഏതാണ് ആ വചനം? വൈമിന്നും നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാൻ, നിങ്ങളിൽ ഒരാളും തന്നെ, നോക്കൂ 2 കാര്യം, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. ആ വചനം കേട്ടപ്പോൾ കരഞ്ഞു പോയതാ. ആ നരകത്തിന്റെ വക്കിൽ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് കരഞ്ഞു പോയതാ. എന്ന് ജമാഅത്തിന് നേതൃത്വം നൽകി ഓതിയതാണ് ആര്? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത്. ആ ഓതി പൂർത്തിയാകുന്നതിന് മുമ്പ് ബോധം കെട്ടിട്ട് മിമ്പറിലെ ചുവട്ടിൽ മെറാബിൽ അദ്ദേഹം വീണു. ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റിലും നിന്നു. അദ്ദേഹത്തിന്റെ ചുണ്ട് മന്ത്രിച്ചു കൊണ്ടിരുന്നു. കത്തിച്ചൊലിക്കുന്ന നരകം. ജീവിതത്തിൽ തമാശയായി കള്ളം പറയാത്ത റസൂല പറഞ്ഞത്, എന്റെ ഉദാഹരണം ഒരു തീ കത്തിച്ചവനെ പോലെ. ആ തീയിലേക്ക് വണ്ടുകളും പാറ്റകളും പാറി വരുമ്പോ ഞാനത് തടുത്തു നിർത്തുന്നു അയാൾ. അതുപോലെ ആഹതുംബിഹുജിക്കും, ഞങ്ങളെ അരക്കെട്ട് മുറുക്കി പിടിക്കുകയാണ്, നിങ്ങൾ നരകത്തിലെത്തരുത്. പക്ഷേ നിങ്ങളിന്റെ കൈക്ക് ഇങ്ങനെ തട്ടിയിട്ട് നിങ്ങൾ നരകത്തിലേക്ക് ചാടുകയാണ്. നരകമായിരുന്നു പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനമായ സബ്ജക്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്ന സൂറത്തിലൂടെ തുടക്കം എന്താ? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. വേദനാജനകമായ ഒരു ശിക്ഷയെ കുറിച്ച് അവർക്ക് താക്കീത് നൽകാൻ, അത് വരുന്നതിന് മുമ്പ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നൂഹ് അലൈഹി ഇസ്ലാമിനെ അയച്ചത്. സൂറത്ത് ഹൂദ് 71-ാം അധ്യായത്തിന്റെ തുടക്കമാണ് ഈ പറഞ്ഞത്. സൂറത്ത് ഹൂദ് 11-ാമത്തെ അധ്യായമാണ്. അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ എന്താണെന്ന് അറിയോ? അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങി, നിങ്ങൾക്ക് അള്ളാഹു ദുനിയാവിൽ ഒരു നിശ്ചിത കാലയളവ് സുഖവും സൗഖ്യവും ഒക്കെ നൽകും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നതേ,
വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഭയപ്പെട്ടിട്ടാട്ടോ. നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ്ടെന്നറിയോ? പ്രബോധിത സമൂഹത്തോട്, ജനങ്ങളോട്, അൻതുന്നാസിനോട് നമ്മുടെ മനസ്സിലുണ്ടാണ്ട് എന്താണ്? ഈ നരകത്തിൽ ഇവരിൽ ഒരാൾ എത്തരുത്. അതാ സ്നേഹം. അതിനാ സ്നേഹം എന്ന് പറയാം. അപ്പോഴാ തടുക്കലുണ്ടാകുക, അപ്പോഴാ വെറുക്കലുണ്ടാകുക, അപ്പോഴാ വലാവും ബറാവും ഉണ്ടാകുക. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്ത സമൂഹത്തിന്റെ അവസ്ഥ. ഞാൻ ആദ്യ ഓതി ഖുർആനിക വചനത്തിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. ഫുളൈൽ ബിൻ ഇയാദ് മഹാനായ താബിയാണ്, പണ്ഡിതനാണ്, കൊള്ളക്കാരനായിരുന്നു, പിടിച്ചുപറിക്കാരനായിരുന്നു ഫുളൈൽ ബിൻ ഇയാദ്. മാത്രമല്ല ഒരു പെണ്ണയിട്ട് കുടുംബിനി കൊണ്ട പ്രേമത്തിലായിരുന്നു. ഭയങ്കരമായ പ്രേമം. ശരീരം പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഇത് ആ മരുഭൂമിയിലൂടെ ആളുകൾ പോകുമ്പോൾ അവരുടെ സാധനങ്ങൾ പിടിച്ചു പറിക്കുക, കൊള്ള ചെയ്യുക, അങ്ങനെ തെമ്മാടിത്തം ചെയ്യുക. അതായിരുന്നു ഫുളൈൽ ബിൻ ഇയാദ്. അദ്ദേഹത്തിന്റെ കാമുകിയുടെ അടുത്തേക്ക് പോവുകയാണ് അദ്ദേഹം. ഇപ്പോൾ വീട് ചാടിക്കിടക്കുന്ന ഒരു മതിലുണ്ട്. ആ മതിൽ കയറി ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടും, ഒരു കാല് സിന ചെയ്യാൻ വേണ്ടി, ഹറാമ് ചെയ്യാൻ വേണ്ടി, ഒരു കാല് ഇപ്പുറത്തും. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് ഒരാള് അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ സൂറത്ത് ഹദീദിലെ ഈ ആയത്ത്, ഇപ്പൊ നമ്മൾ കേട്ട ഈ ആയത്ത് ഓതി കേൾക്കുക. അതേ അറബി അറിയാവുന്ന ആളായതുകൊണ്ട് ആ ആയത്തൊന്ന് ശ്രദ്ധിച്ചു. വ്യഭിചരിക്കാൻ പോവാണ്, കാമുകിനെ കാണാൻ പോവാണ്. അവിടെ വീടിന്റെ മതിൽ ചാടിയിട്ടുണ്ട്. ഒരു കാലം അപ്പുറത്താ, അവളെ ഭാഗത്താണ്. ഒരു കാലപ്പുറത്ത് ഈ കാലപ്പുറത്തേക്ക് ഇട്ട് അവളെ എത്തി. അപ്പോഴാണ് ഈ ആയത്ത് കേൾക്കുന്നത്. എന്ത് സമയമായില്ലേ ചങ്ങായി നന്നാകാൻ? ഈ മൂപ്പര് വായിച്ച അങ്ങനെയാണ്. ആ ഖുർആന്റെ വചനം മൂപ്പര് അർത്ഥം കൊടുത്തെന്താണ്? ഈ തോന്നിയാസത്തിന് പോവുകയാണോ? അള്ളാഹുലേക്ക് മടങ്ങാനായിട്ടില്ലേ? അവന്റെ ഗ്രന്ഥത്തിലേക്ക് മടങ്ങാനായിട്ടില്ലേ? അന്റെ ഹൃദയം കടുത്തു പോയോ? മടങ്ങിക്കോ. ഈ ആയത്ത് കേട്ടിട്ട് ഫുളൈൽ ബിൻ ഇയാദ് ആ കാലെടുത്ത് പുറത്തേക്ക് വെച്ച് ഒറ്റ നടത്താണ്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സിന ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ആ സിനയെ ഓർത്ത് മരിക്കുന്നത് വരെ കരഞ്ഞ മഹാപണ്ഡിത കേസരിയായിരുന്നു ഫുളൈൽ ബിൻ ഇയാദ്. അവർക്കുണ്ടായ മാറ്റം, അവർ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. ഖുർആനിന്റെ അക്ഷരങ്ങൾ ഹൃദയത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വായിച്ചു. നമ്മൾ ചുമരിന് പെയിന്റ് അടിക്കുന്ന പോലെ ഓരോ ഖുർആനിക വചനങ്ങളും അവരുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ കെടുക്കിക്കളഞ്ഞു. അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയണം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അത് നന്നായാൽ നിങ്ങൾ മൊത്തത്തിൽ നന്നായി. അത് കേട് വന്നാൽ നിങ്ങൾ മൊത്തത്തിൽ കേട് വന്നു. അലാ വഹിയൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയം. സൂറത്ത് ഹജ്ജിൽ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 46-ാമത്തെ വചനത്തിൽ സീറോഫിൽ അർദ്, ഭൂമിയിലൂടെ യാത്ര ചെയ്യാനും അപ്പോൾ തഖൂനലഹും, അവർക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള കാത് നൽകി, ഹൃദയം നൽകി, ഗ്രഹിക്കാനുള്ള ഹൃദയം നൽകി, കേട്ട് മനസ്സിലാക്കാനുള്ള കാല് നൽകി. വലാകിൻ എന്നുള്ള പറയാണ്, പക്ഷേ അവരുടെ ഹൃദയങ്ങളിലെ കണ്ണുകളാണ് അന്ധമാകുന്നത്. അന്ധമാകുന്നത് കണ്ണുകളല്ല. കണ്ണ് കാണുന്നുണ്ട്, കാത് കേൾക്കുന്നുണ്ട്, ഹൃദയം സംഗതി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കണ്ണുകളല്ല അന്ധമാകുന്നത്, അവരുടെ നെഞ്ചിലെ ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ ശുദ്ധീകരണം, ആ ഹൃദയത്തിന്റെ പരിവർത്തനം എത്ര സഹോദരിമാർ മാറുമറക്കാതെ ജീവിച്ചിരുന്നു. ഖുർആനിന്റെ വചനമിറങ്ങുന്നു, അവർ ഓടുകയാണ്. മരുഭൂമിയിലെ കള്ളിച്ചെടിയിലെ മുള്ളെടുത്ത് വ്യത്യസ്തമായ തുണിക്കഷ്ണങ്ങൾ കൂട്ടി മാറിടത്തിലേക്ക് താഴ്ത്തി ഈ കള്ളിച്ചെടിയുടെ മുള്ളുകൾ ചാർത്തി അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അവരവരുടെ മാറു പറക്കുകയാണ്. അല്ല പറയുന്നു, അവർ കേൾക്കുന്നു. റസൂൽ ഹറാമാക്കുന്നു, അവർ കേൾക്കുന്നു. അല്ല എന്ത് പറഞ്ഞു? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദൂ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും സമിഅനാ വഅതഅനാ. നോക്കൂ, അല്ല പറയാണ് സൂറത്തുൽ നൂറിലെ 47 മുതൽ 54 വരെയുള്ള വചനങ്ങളിൽ യഥാർത്ഥ വിശ്വാസികൾ, യഥാർത്ഥ മുഅ്മിനുകൾ അല്ല പറഞ്ഞു, റസൂൽ പറഞ്ഞു. അപ്പോൾ അവർ പറയും സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങൾ അനുസരിക്കുന്നു. നേരെ മറിച്ച് അവിശ്വാസികൾ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബാദി ദാലിക വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. ഖുർആനും സുന്നത്തും ഒക്കെ തിരിഞ്ഞു കളയും. പിന്നെ അവർക്ക് ബുഖാരി വേണ്ടാണ്ടാവും, മുസ്ലിം വേണ്ടാണ്ടാവും, ഹദീസുകളോടൊക്കെ അവർക്ക് പുച്ഛാവും. അങ്ങനെ അവർ തിരിഞ്ഞു കളയും. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനുകളല്ല. അപ്പം നമ്മൾ മുഅ്മിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ ജീവിക്കണമെന്ന് കൊതിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തെന്തിനാണെന്നറിയോ? മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ എപ്പോഴും, നമ്മളിപ്പോൾ മൊബൈലിൽ ചാർജ് കുറയും, മനുഷ്യൻ എന്തായാലും ഈമാനിക ചാർജ് കുറയും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹംദല റളിയല്ലാഹു അൻഹു ഇങ്ങനെ നാഫക ഹംദല നാഫക ഹംദല നാഫക ഹംദല എന്നുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തൂടെ നാഫക ഹംദല എന്ത് ഈ പറയണം? അല്ല, ഞാൻ മുനാഫിക്കായിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ പറയേണ്ട കാര്യങ്ങളല്ല. അപ്പം ചോദിച്ചാൽ എന്താ ഇപ്പം അങ്ങനെ പറയാൻ എന്താ കാരണം? ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിലിരുന്ന് ദീന് കേൾക്കുക, റസൂലിൻ്റെ കൂടെ നിൽക്കുക, സഫിൽ നിസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റസൂലായിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന സമയത്തുള്ള ഈമാനെ പുറേ പോയാൽ ഉണ്ടാവില്ല. ഇങ്ങനെ മങ്ങല, ശരിയാണല്ലോ.
ഒരു കുത്തുബ, നല്ലൊരു കുത്തുബ കേട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണ വരെ എന്താ നമ്മൾ തീരുമാനിക്കുക? കോണിപ്പടിയിലെ 3 സ്റ്റെപ്പ് വെക്കണ വരെ അപ്പുറത്ത് ബിലീസ് ഇങ്ങനെ നിൽക്കും. കാരണം ബാങ്കുക്കാമത്ത് കേട്ട് പോയ ആളായി ബിലീസ് കഴിഞ്ഞ മുമ്പ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഇനി അങ്ങനെ ഒന്ന് ജീവിക്കണം. പിന്നെ അതങ്ങനെ മങ്ങി മങ്ങി ചില സമയത്ത് കൊണ്ട് 10,000 രൂപയ്ക്ക് ഒരു ഫണ്ട് ഓഫർ ചെയ്താൽ, ഓഫർ ചെയ്യുമ്പോൾ ഒരു പ്രസംഗം കേട്ട സ്പിറ്റിലാണ് ആ ഓഫർ ചെയ്ത് 2 ദിവസം കഴിഞ്ഞാൽ 10,000 രൂപ കൊടുക്കാൻ മാത്രം ഉണ്ടായിരുന്നോ? എല്ലാവർക്കും തോന്നലാതെ. കാരണം എന്താ, ഈ ഹന്നലാറുദാനം വന്നപ്പോൾ വീട്ടിലിരിക്കും ഈമാനൊന്നും, കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈമാനൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നാഫക്ക ഹന്നല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് പറയുന്നത് നിനക്ക് മാത്രമല്ല എനിക്കുണ്ട്. അപ്പോൾ ഞാനും മുനാഫിക്കാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോകാം. അപ്പൊ 2 പേരും കൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെ നാഫക്ക ഹന്നല എന്നുള്ള കാര്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അതെ എന്റെ മുമ്പിലും എന്റെ ക്ലാസ്സിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ ജീവിതത്തിലുടനീളം അതേ അളവിൽ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി നിങ്ങൾക്ക് ഹസ്തദാനം ചെയ്യുമായിരുന്നു. ഹന്നല ആകാശത്ത് നിന്ന് മലക്കുകൾ വന്നിട്ട്, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ സമയത്ത് ഇടക്കൊക്കെ മതിട്ടോ ഹന്നല. ഈ സംഗതി ഇങ്ങനെ നിലനിർത്താൻ ഒരു മനുഷ്യൻ കഴിയില്ല. ഹന്നല അൽ ഈമാൻ യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന റസൂൽ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഈ സ്വഹാബത്തി ഈ വൽഅസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റുമായി ബന്ധപ്പെട്ട തഫ്സീറുകളിൽ കാണാം, ഈ അധ്യായം ഇറങ്ങിയതിനു ശേഷം സഹാബത്ത് ഇങ്ങനെ പറയുമായിരുന്നു, വരൂ നമുക്കൊന്ന് ഈമാൻ കൂടാം, ഒന്ന് ഇരിക്കാം, ഒരു മരച്ചോട്ടിൽ ഇരിക്കാൻ കുറച്ച് സമയം. എന്നിട്ട് ഈ ആയത്ത് ഓതിക്കൊടുത്ത്, ഈ അധ്യായം ഓതിക്കൊടുത്ത് അവർ പരസ്പരം ഈമാൻ പങ്കുവെക്കുമായിരുന്നു. നമുക്കതിനുള്ള അവസരങ്ങളില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ബേജാറും വിഷമം, മലരംഗം പോലും ഇന്ന് എന്താണെന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥാവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് അവനവന്റെ ജീവിതം ഉണ്ടല്ലോ, ഞാൻ ഇന്ന് മരിച്ചാൽ ഇതിന്റെ അവസ്ഥ എന്താ, അങ്ങനെ ഓർത്താൽ മതി. ഇന്ന് ഞാൻ മരിച്ചാൽ ഇതിന്റെ അവസ്ഥ എന്താകും? സൂറത്ത് സുമറിലാണ് 42-ാമത്തെ വചനമാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആത്മാവിനെ അള്ളാഹ് പിടിച്ചെടുക്കും. മരണം നിശ്ചയിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? ആ ആത്മാവിനെ പിടിച്ചെടുത്താൽ പിന്നെ അവർക്ക് തിരിച്ചു കൊടുക്കില്ല. അത് വലിയൊരു നമ്മൾ ഉറങ്ങുക എന്തൊക്കെ ദുനിയാവിലെ ചിന്തയായിട്ട് ഉറങ്ങുക. ശരിക്കും സത്യത്തിൽ ഞാൻ നേരത്തെ വരുമ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഒരു ഗൗരവപ്പെട്ടൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന എത്ര മനുഷ്യർ, 800 ചില്ലാനം കോടി മനുഷ്യരിലുണ്ടാവും. ജീവിക്കണം, ഭക്ഷണം വേണം, മക്കളെ പഠിപ്പിക്കണം, ഒരു വീട് വേണം, കഴിഞ്ഞു, സ്വപ്നങ്ങളിൽ നിന്ന് അവസാനിച്ചു. പിന്നെ ഒരു തരം ജീവിതം ജീവിക്കുക. നേരെ മറിച്ച് ഓരോ മൈക്രോ സെക്കൻഡ് പുണ്യം നേടി ജീവിക്കുന്ന ഒരു അവസ്ഥകൾ ആലോചിച്ചു. ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം എന്നെ പഠിപ്പിക്കണം, ആ കാര്യം കൊണ്ട് എനിക്ക് സ്വർഗ്ഗത്ത് പോകണം. ഒരു കാര്യം എന്നെ പഠിപ്പിക്കണം, ആ കാര്യം കൊണ്ട് എനിക്ക് സ്വർഗ്ഗത്ത് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് മൗനം ദീക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആരണമണി തൂക്കം നന്മ ചെയ്തുവോ, ആരണമണി തൂക്കം തിന്മ ചെയ്തുവോ, രണ്ടും അല്ലാഹു കാണുകയും പരിഗണിക്കുകയും വിധി നടത്തുകയും കൂലി നൽകുകയും ശിക്ഷ നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ചോദിച്ചു, മിസ്കാല ദർറ യാ റസൂലല്ലാഹ്, അണുമണി തൂക്കമോ നബിയേ? നഅം, അതെ. വീണ്ടും ചോദിച്ചു, മിസ്കാല ദർറ, അണുമണി തൂക്കമോ? നഅം. ആവർത്തിച്ച് റസൂൽ പറഞ്ഞു, അണുമണി തൂക്കം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അയാൾ ഇറങ്ങിപ്പോകുന്ന എങ്ങനെ അറിയോ? മിസ്കാല ദർറ, മിസ്കാല ദർറ, മിസ്കാല ദർറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട്, വരി, ഭൂമി ലോകത്ത് നിങ്ങൾക്ക് ഒരാളെ കാണണോ, നാളെ സ്വർഗ്ഗത്ത് പോകുന്ന ഉറപ്പുള്ള ഒരാളെ കാണണോ, അത് അയാളെ കണ്ടോളിയാ. ഭൂമി ലോകത്ത് നിന്ന് സ്വർഗ്ഗത്ത് പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ, അതാ പോകുന്ന ആളാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടി. എന്താ വഹി? അയാൾ ഈ മിസ്കാല ദർറ പറയുമ്പോൾ അയാളെ കൽബറിയുന്ന റബ്ബ് റസൂലിനെ അറിയിച്ചു കൊടുക്കുകയാണ്. എന്താ അയാളെ കൽബിലെ തീരുമാനം അറിയോ? അണുത്തൂക്കം തിന്മയാണോ, അവിടെ ഞാൻ ഉണ്ടാവില്ല. ഒരു കടുക് മണിയുടെ വലുപ്പത്തിലെ തിന്മയാണോ, അതിൽ ഞാൻ ഉണ്ടാവില്ല. എന്നൊരു കടുക് മണിയുടെ വലുപ്പത്തിലെ ഒരു നന്മയാണോ, അത് ഞാൻ എടുക്കാതെ വിടൂല. ഇത് സ്വർഗ്ഗത പോകില്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ തീരുമാനിക്കുന്നതോടുകൂടി അവനുള്ളതാ സ്വർഗം. നമ്മൾ ആരെങ്കിലും തീരുമാനിക്കുക എത്ര ഹറാമുകളിലാണ് നമ്മുടെ കൗമ്. ഞാനിപ്പോൾ ഇങ്ങനെ സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ ആലോചിക്കുമ്പോൾ, ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ നല്ല ഖുതുബ നടക്കുന്നത് 10, 18, 20 മാക്സിമം പോയാൽ 30 സ്ത്രീകളാണ് പള്ളിയിൽ. 30 സ്ത്രീകൾ. ഒരു കല്യാണം വിട്ടു പോയ സ്ത്രീകളാണോ കൂടുതൽ, പുരുഷന്മാരാണോ കൂടുതൽ? അടിച്ചുപൊളി കല്യാണത്തിൽ ഏറ്റവും ചീപ്പ് വേഷം ധരിച്ചതാരായിരിക്കും, പെണ്ണാണോ ആണാണോ? ഞങ്ങളോട് ചോദിച്ചു, ഒരു 50 കൊല്ലത്തിനിടയിൽ പുരുഷന്റെ ഡ്രസ് കോഡിൽ വലിയ വ്യത്യാസം വന്നപ്പോൾ ലോകത്ത് ഒരു 50 കൊല്ലത്തിനുള്ളിൽ 5 സെക്കൻഡിലാണ് സ്ത്രീകളുടെ വേഷത്തിൽ വ്യതിയാനം വരുന്നത്. 5 സെക്കൻഡിൽ, ഓരോ 5 സെക്കൻഡിലും എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്ത്രീകളുടെ ഇത്ര മോശമായി, അതായത് തന്റെ മകള്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചോളൂ, മുഖത്ത് മുഴുവനും പൊട്ടിയിട്ട് ചുണ്ട് ചോപ്പിച്ച് നമ്മുടെ കൂടെ ഇറങ്ങുമ്പോൾ ഒറ്റടിക്ക് കൊല്ലാനുള്ള ദേഷ്യമാണോ ഉള്ളത്?
അല്ല എൻ്റെ മോള് തരക്കേട് 4 ആള് ഉണ്ടായാലും അവിടെ നോക്കൂ, അങ്ങനെയാണോ? എങ്കിൽ നിന്നെപ്പോലെ വൃത്തികെട്ടൊരു ബാപ്പ ദുനിയാവില്ല. റസൂൽ പറയാം, റസൂൽ അവരെ പ്രത്യേക പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ആ ബാപ്പാനെ പ്രത്യേക പേരിട്ട് വിളിച്ചിട്ടുണ്ട്. 7 വയസ്സുള്ള മകള് വരെ, 7 വയസ്സുള്ള മകളെ കയ്യിലുണ്ടാവും ഒരു പെട്ടി, ചതുരത്തിലെ പെട്ടി ഉണ്ടല്ലോ പെണ്ണുങ്ങളിപ്പോൾ. ആ പെട്ടി മുഴുവൻ എന്തറിയോ, ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ മുഖത്ത് പൊട്ടിയിരുന്നേ. ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹ് ഹറാമാക്കി ഇത്ര വെറുത. മാത്രമല്ല അങ്ങനെ ഒരിക്കലും വേശ്യകളായിരുന്നു എന്നാണ്. അതുകൊണ്ട് വഹിയ ജാനിയ എന്നൊക്കെ വിളിച്ചു. ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കോലത്തിലാണ്. എന്നിട്ട് ഒരു 25 കിലോ ഒക്കെ ഉണ്ടാവും ഇട്ടേ ആ സാധനം ഉണ്ടല്ലോ മിന്നി തിളങ്ങുന്നേ. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചു. എനിക്ക് ഇടക്ക് തോന്നുന്നു 2 പോർട്ടർമാരെ നിർത്തി കൊടുത്താൽ അത് പൊക്കി പിടിക്കാൻ. ഇത് അങ്ങനെ ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ ഈ ചീപ്പ് മുസ്ലിം സമുദായത്തിലാണ്. വേറൊരു ജനതയിലും ഇല്ല. കല്യാണപ്പുരയിൽ കാണിക്കണ ഹറാമിന് കയ്യും കണക്കില്ല. ഞാനിത് പറയാനില്ല. ഇവിടെ ആരെങ്കിലും സ്ത്രീകൾ ഇത് കേൾക്കണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, ടൂർ നിങ്ങൾ പോകുന്നുണ്ട്, ഈ ഒരുപാട് ഇപ്പം റെസിഡൻഷ്യൽ അസോസിയേഷൻ, അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുറേ, അതിലൊക്കെ ഭയങ്കര തിരക്കാ. സ്ത്രീകൾ കല്യാണ സദസ്സിൽ തിരക്കാ, ഒരു സംഗീത കച്ചേരിയിൽ തിരക്കാ, ഒരു പാട്ടുകാരൻ വരുന്നു പറഞ്ഞാൽ അവിടെ സ്ത്രീകളുടെ ബഹളാണ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വരുന്നു പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാണ്. എന്നാ അതേ തിരക്ക് ഈ ഇബ്നു അറബി 1000 പട്ടണങ്ങളിൽ സന്ദർശിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലിട്ട നാബൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. നാബൽസ് എന്ന് പറയുന്ന സ്ഥലം വെള്ളിയാഴ്ച സ്ത്രീകൾ ഇങ്ങോട്ട് നിറയും. ടൗണിൽ കുറച്ച് സമയം ഇങ്ങനെ സ്ത്രീകളെ ബഹളാണ് അവിടെ. എന്തിനും പള്ളിയിലേക്ക് പോവുകയാണ് സ്ത്രീകൾ, പരസ്പരം നടക്കാൻ കഴിയാതെ പരസ്പരം കാല്, അത്രയും സ്ത്രീകൾ. എന്നിട്ട് ഇബ്നു അറബി പറയാണ്, അടുത്ത വെള്ളിയാഴ്ച അല്ലാതെ പിന്നെ ഞാൻ അവിടെ കണ്ടിട്ടില്ല ടൗണിൽ. നമ്മളോ വെള്ളിയാഴ്ച വരെ ടൗണിൽ, വെള്ളിയാഴ്ച പുരയിൽ ടിവിന്റെ മുമ്പിൽ, പള്ളി പോകില്ല. അത് ചിന്ത തന്നെയല്ല സ്ത്രീകൾക്ക്. ഇന്ന് വെള്ളിയാഴ്ച ജുമയല്ല, നമ്മളിവിടെ കുത്തുബ കേൾക്കും, ആണുങ്ങളും മക്കളും കുത്തുബ കേൾക്കും, അവിടെ ടി വിയിൽ കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനായിട്ട് കൊഞ്ചിയിരിക്കും. എന്നാൽ ഞാൻ വിചാരിക്കും കല്യാണപ്പുറയിൽ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ അന്യ പുരുഷന്മാരെ തൊട്ടൊരുമല്ലാത്ത കുറ്റബോധം പള്ളിയിൽ സ്ത്രീകൾക്ക് മാത്രം സൗകര്യപ്പെടുത്തിയ കവാടത്തിലൂടെ ഒരു മനുഷ്യൻ കാണാതെ അവിടെ വന്നിരുന്ന 2 ആയത്തും ഒരു ഹദീസും കേട്ടാൽ ആകാശിരിഞ്ഞു പോവോ? ആകാശിരിഞ്ഞു പോവോ? നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ, സ്ത്രീകളുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? ഒളിച്ചോട്ടം ഇത്ര വർദ്ധിച്ചൊരു കാലഘട്ടം. ഒന്നും കേൾക്കാനില്ല. സുന്നി പള്ളിയിൽ എന്തായാലും മണിന്ന് പോകാൻ പറ്റില്ല. ദർഗയിൽ പോകും, അത് വരുമാനമാണ്, സ്വയം മിണുങ്ങാനാണ്. ഉണ്ടോ? എവിടെയുണ്ടാവും? തൊട്ടടുത്ത് ആ പള്ളിയിലുണ്ടാവും. പെണ്ണുങ്ങളെ പേർക്ക് അവിടെ വെക്കാം. പള്ളിയിൽ പോകുന്ന ഹറാമാണ്. ആളുകളോടെ ഞാൻ പറയുന്നത്, നമ്മുടെ സഹോദരിമാർ നാളെ മസ്റയിൽ നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കും. സൂറത്ത് ഖാഫ് ഞാൻ പഠിച്ചത് റസൂലിന്റെ ഖുതുബയിലാണെന്നാണ് ഖൗലയെ പോലെയുള്ള ആളുകൾ പറയുന്നത്. എത്രയോ സ്ത്രീകൾ ഖുർആൻ പഠിക്കുക, മനപ്പാടാക്കുക. QHLS ഉണ്ട്, എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. അതിൽ അല്ലാഹു പറയുന്നതല്ലോ, അള്ളാഹിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, ഹൃദയം ഇങ്ങനെ പേടിച്ച് നടുക. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ആയത്ത് ഓതി കേൾക്കാനുള്ള സൗഭാഗ്യം തന്നെയല്ല മനുഷ്യൻ. ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്ന 8-ാം അധ്യായം 3-ാമത്തെ വചനം. ആയത്ത് ഓതി കൊടുത്തിട്ട് ഈമാൻ ഉണ്ടാക്കുക. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നോക്കൂ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരം, നമ്മുടെ അനുഷ്ഠാനം, അത് നമ്മൾ ഒരിക്കലും വിദഗ്ധ ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല. സെൽഫികളായ ഒരു പ്രത്യേകത എന്താണ്? ശിർക്ക് ചെയ്യാനും വിദഗ്ധ ചെയ്യാനും നമ്മളില്ല. പക്ഷെ ഹറാമുകളുടെ കാര്യത്തിൽ എങ്ങനെ? ഹറാമായ കാര്യങ്ങൾ കണ്ണ് കാണുക, ഹറാമ് നിരന്തരമായി കാണുക. 2 മണി വരെയൊക്കെയാണ് എവിടെ നമ്മൾ സിംഗിൾ റൂം, മോൾ ഇഷ്ടപ്പെട്ട വിധത്തിൽ റൂം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഞാനും നിങ്ങളും മക്കളെ ഇഷ്ടത്തിനൊത്ത് നിന്നോളൂ. മക്കളെ കയ്യിൽ ഇത്ര വലുപ്പത്തിലുള്ള ഫോൺ ഉണ്ടാവും, ഐഫോണാണ്, വാപ്പാക്ക് ഒന്നും അറിഞ്ഞൂടാ. മോളെ ഇനി എന്ത് ചെയ്താലും ആ ഫോണിൽ, ബാപ്പാന്റെ ഫോൺ തന്നെ മോളെ എടുത്ത് കൊടുത്തിട്ടാണ് മോളെ ഇതെങ്ങനെയാണ് വാപ്പാക്ക് മനസ്സിലായില്ല. അപ്പൊ ഈ കുട്ടി പറയും, നമുക്ക് കാക്കയാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ആകാം. എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ, മാതാപിതാക്കള് ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇത് പഠിക്കണമെന്നില്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുട്ടി മനസ്സിലാക്കുന്നത് ഇതൊരു കേങ്ങം പാപ്പയാണ്, ഇയാൾക്കൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ അവിടെ നിന്നാണ് മക്കൾ ഒറ്റയ്ക്ക് മൊബൈലിൽ നമ്മുടെ അതിന് തൊട്ട് മേലെ മോളിരിക്കുന്നുണ്ട്. മോള് പണ്ടൊക്കെ മക്കൾ പുറത്തു പോകല്ലേ ടെൻഷൻ, മക്കൾ പുരന്റെ റൂമിന്റെ ഉള്ളിൽ ചടഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയാൽ മനസ്സിലാക്കിക്കോളി, വലിയ അപകടത്തിലാണ്. എവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത റൂമിൽ നമ്മുടെ മോള് രാവിലെ തുടങ്ങി, രാവിലത്തെ ചായ കുടിക്കാൻ 11 മണിക്കാണ് അവള് വരുന്നത്. ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 3:30 മണിക്കാണ് അവള് ചോറിനാൻ വരുന്നത്. ഓൾ അലക്കാൻ വരൂല, ഓൾ ഉമ്മാനെ കിച്ചണിൽ സഹായിക്കാൻ വരൂല, ഓളിട്ട ഡ്രസ് പോലും അളക്കൂല. 24 മണിക്കൂർ മൊബൈലാണ്. എങ്കിലും മനസ്സിലാക്കിക്കൊള്ളി, അത്യന്തം അപകടകരമായ അവസ്ഥാവിശേഷത്തിലാണ് നിങ്ങളുടെ മക്കളുണ്ട്. മോഡേണിസം, ലിബറലിസം, യുക്തിവാദം, എന്തെല്ലാം ചിന്തകൾ നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നു. കല്യാണം വേണ്ട, കോഹാബിറ്റേഷൻ, കുട്ടികൾ വേണ്ട, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മുടെ മക്കൾ മാറുകയാണ്. ഒറ്റ പരിഹാരമേ ഉള്ളൂ, വെള്ളിയാഴ്ച ആണുങ്ങൾ പങ്കെടുക്കുന്ന പോലെ
സ്ത്രീകൾ പള്ളിയിൽ ജുമയ്ക്കെത്തിയാൽ ഇൻഷാ അല്ലാഹ് വമ്പിച്ച മാറ്റം. ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി പറയണം, ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കയറും. അങ്ങനെയല്ല, വ്യാഴാഴ്ച എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ഒരു 10 വീട് ഫോക്കസ് ചെയ്യുക. 10 വീട്ടിൽ നാളെ വെള്ളിയാഴ്ച നിങ്ങൾ ജുമയ്ക്ക് വരുമോ ചോദിച്ചു. ഒരു 4-5 മാസങ്ങളൊന്ന് ചോദിച്ചു നോക്കി. വന്നിട്ടില്ല, അപ്പോൾ പോവുക. 31 വട്ടം പോവുക. കാരണം ഫബിയ അലായി റബ്ബിക്കും അത്തുക്കത്തിവാൻ 31 തൊട്ടാ. ഇൻസിനോടും ജിന്നിനോടും അല്ലാഹ് ഒരു അധ്യായത്തിൽ അതിനാ 31 വട്ടം പറയേണ്ടി വരും ചിലരോട്. ചിലപ്പോൾ 3 വട്ടോ, ചിലപ്പോൾ 10 വട്ടോ, ചിലപ്പോൾ 31 വട്ടം. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി. പക്ഷെ അത് വമ്പിച്ച വിപ്ലവം ഉണ്ടാവും. ഞാൻ 2 മഹലിൽ നിന്ന കാലത്ത് ഞങ്ങൾ ചെയ്ത പണിയാണ്. നാളെ വെള്ളിയാഴ്ചയാണ്, പെരുന്നാളാണ്. റസൂലിന്റെ ഹദീസാ, നാളെ വെള്ളിയാഴ്ചയാണ്, നമ്മുടെ പെരുന്നാളാണ്. റസൂല് പറഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ പെരുന്നാളാണ്. സഹാബത്തിന്റെ അവസ്ഥ എന്താ അറിയോ? സുബൈക്ക് തന്നെ കുളിച്ച് ഒരുങ്ങി സുഗന്ധം പൂശി പള്ളിയിലെത്തിയാൽ പിന്നെ ജുമ കഴിഞ്ഞിട്ട് അവർ മടങ്ങിയിരുന്നത്. പഠിക്കുന്നില്ല ആളുകൾ, മനസ്സിലാക്കുന്നില്ല ആളുകൾ. അള്ളാഹു തന്നൊരു, ഞാൻ വിചാരിക്കാം, ഞാൻ ഈ ഷാർജ ബുക്ക് ഫെയറിൽ പോയി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു, ഈ പുസ്തകം വെച്ച തട്ട് ഇത്ര മനോഹരമായിട്ട് അങ്ങനെ തന്നെയാണ് കിടക്കണമെങ്കിൽ എന്താ അതിൻ്റെ കാര്യം? ആ 3 അപ്പുറത്ത് 3 ഖുർആന്റെ പരിഭാഷയല്ലേ, ഞാനത് സൗദിയിൽ വെച്ചാണ് ആദ്യം കോപ്പി കണ്ട്. എപ്പം അറിയാം, കഴിഞ്ഞ എൻ്റെ 2 കാല് തളർന്നിട്ട് ഞാൻ ഉംറക്ക് പോകുമ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഇത് എനിക്ക് വേണം. എന്നോട് ചായ നമ്മളത് വലിയൊരു അക്ഷരമാണ്, വലിയൊരു ബുക്കാണ്. അപ്പോൾ അതിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ എനിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ട്. അപ്പോൾ അതിലിങ്ങനെ നോക്കാനൊരു വലിയ, ഞാൻ പറയുന്നത് ഇഖ്റ എന്നാണ് അള്ളാഹ് ആദ്യം നമ്മളോട് പറഞ്ഞത്. അന്ന് ഏത് പുസ്തകമായിരിക്കും അള്ളാഹിന്റെ റസൂൽ വായിച്ചിട്ടുണ്ടാവുക? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കാൻ വേണ്ടി ളുഹ്ർ നിസ്കരിച്ചില്ലെങ്കിൽ കുറ്റബോധമല്ലേ? ളുഹ്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാവോ? ഒരു ഫർള് നോമ്പ് നഷ്ടപ്പെട്ട വേദന ഉണ്ടാവോ? ശരി, ഒരു പുസ്തകം വായിക്കാത്തതിൻ്റെ പേരിൽ കുറ്റബോധം തോന്നി എത്ര പേര് ഇതിലുണ്ട്? നർപ്പതം വരി ചേർത്തു, നർപ്പതം കൊണ്ടവിടെ വെച്ചു, അതിനൊരു കവറുണ്ട് അഡ്രസ്സിൻ്റെ, അത് പൊട്ടിയിട്ടില്ല. 5 കൊല്ലം വീട്ടിയുണ്ട്. എവിടെയെന്നറിയോ? ഈ കോണിപ്പടിയില്ലതിൻ്റെ താഴത്ത് പൊടി പിടിച്ചിങ്ങനെ കിടക്കും. എത്ര സ്ഥലത്ത്, എത്ര വീട്ടിൽ ഈ നേർപ്പതെന്തിനാ? അതിൻ്റെ 1-ാമത്തെ പേരുണ്ട്, മുഖക്കുറി മുതൽ അതിൻ്റെ ലാസ്റ്റ് വരെ. അതിൽ ആ ഒരു വനിതയുടെ പരിഭാഷയുണ്ട്, നാസർ സയദിയുടെ, ഹാരിസുൽ സലീമിൻ്റെ. അതൊക്കെ ഒന്ന് വായിച്ചാൽ തന്നെ നമ്മൾ നന്നാവുകയാണ്. അതിൽ ഓരോ ആധുനികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആദ്യ ഭാഗങ്ങൾ ഒരു 45 മിനിറ്റ് എടുത്താൽ വളരെ ഗംഭീരമായി വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം. എന്നിട്ട് നമ്മൾ പറയണത് ഞങ്ങളുടെ വീട്ടിൽ വായിക്കാൻ നേരമില്ല. പിന്നെ എനിക്ക് എന്തിനാ നേരം? വായിക്കുക എന്ന് പറഞ്ഞ് റബ്ബ് നിന്നോട് കൽപ്പിച്ചിട്ട് വായിക്കുന്നില്ല. നിസ്കാരം നോമ്പ് നിസ്കരിക്കൂ, നോമ്പ് നോൽക്കൂ, സക്കാത്ത് കൊടുക്കൂ എന്ന് പറയുന്നതിന് മുമ്പ് റബ്ബ് എന്തിനാ വായിക്കൂ എന്ന് പറഞ്ഞ് മത്സരയിൽ ചെന്ന് കണ്ണ് കാണാത്തവരായി അള്ളാന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാഥ, ദുനിയാവിൽ കണ്ണ് കണ്ട ആളായിരുന്നല്ലോ നാഥ, എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ പടച്ചോനെ. അപ്പം അള്ളാഹ് പറയാണ്, കാഴ്ച തന്നതൊക്കെ ഒരു മൗലിക വിഷയത്തിനായിരുന്നു. ഞാൻ അവതരിപ്പിച്ച ഖുർആൻ ഒരു നോക്കി വായിച്ച അതിൻ്റെ അർത്ഥം അനുസരിച്ച് ജീവിക്കാനായിരുന്നു ഞാൻ നിനക്ക് കണ്ണ് തന്നത്. പക്ഷെ നിന്റെ പ്രസ്ഥാനത്തിന്റെ ലീഗിന്റെ ചന്ദ്രിക 90 വയസ്സായപ്പോൾ നീ അരിച്ചു പെറുക്കി വായിച്ചു, കണ്ണട പോലും വെച്ചിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരനായി നീ മാധ്യമത്തിന്റെ 1-ാമത്തെ പേജ് കഴിഞ്ഞ് 16-ാമത്തെ പേജ് വരെ ഡെയിലി നീ വായിച്ചു തീർത്തു. നിന്റെ പ്രസ്ഥാനത്തിന്റെ വീക്കിൽ നീ വായിച്ചു തീർത്തു. എന്റെ ഗ്രന്ഥം, ഞാൻ നിനക്ക് വേണ്ടി അവതരിപ്പിച്ച എന്റെ ഗ്രന്ഥം നീ വായിച്ചോ? സൂറത്ത് താഹയിലെ 124, 125, 126 വചനം. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഉത്ബോധനമാകുന്ന ഖുർആനെ വിട്ട് തിരിഞ്ഞു കളഞ്ഞു ഒരുത്തന്റെ അവസ്ഥ പറയാണ്. ദുനിയാവിൽ ഒരു ഇടുങ്ങിയ ജീവിതമായിരുന്നു. ഇനി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഖുർആൻ ശരിക്കും പഠിച്ച് ഉൾക്കൊണ്ട ഒരു മുവഹിദിന്റെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഇത് ദുനിയാവിൽ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഓൻ അനുഭവിക്കുന്നൊരു സമാധാനം ഉണ്ടല്ലോ, ഖുർആൻ പഠിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം. എന്നിട്ട് അള്ളാഹ് പറയണത് അങ്ങനെ ഒരു ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാകുക. അത് മാത്രമല്ല, ഖിയാമത്ത് നാളിൽ അന്ധനായിട്ടാണ് ഓൻ വരിക. എന്താ കാരണം? കാല അതൊക്കെ ആയാത്തുന എന്റെ ഖുർആനിന്റെ വചനം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ നമ്മളുണ്ടല്ലോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വായ ഇങ്ങനെ തുറന്നിട്ട് പായസയിലേക്ക് വെച്ചു കൊടുത്തിട്ട്, കുട്ടിയെ എൻ്റെ തൊണ്ടയിലുള്ള ഇക്ക് ഇറക്കാൻ പറ്റൂല, ഇജ്ജൻ ഇറക്കി കളി അന്നൊക്കെ പറയുന്നത് അറിയോ? തൊണ്ടയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇറക്കൽ നിങ്ങൾ ഇറക്കണോ? അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഇത് QHLS ഖുർആൻ ഹദീസ് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്ത്, അധ്യാപകർ വെച്ചു കൊടുത്ത്, ഇരിക്കാൻ കസേര വെച്ചു കൊടുത്ത്, ഡെയിലി വാട്സപ്പിലൂടെ മെസ്സേജ് വിട്ട് എന്ത് പറയും അള്ളാനോട്? ഒരു തണുത്ത ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ റസൂൽ പറഞ്ഞ എന്ത്? ഈ നിയമത്തുണ്ടല്ലോ നമ്മളെ അബൂബക്കറെ, തൊണ്ട വരണ്ടപ്പോ കിട്ടി ഈ വെള്ളല്ലേ, ഇതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നു. അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കാനും ഇതുപോലൊരു മസ്ജിദും പാറപ്പള്ളിയുടെ ഉദ്ഘാടന ദിവസം ഞാനിവിടെ ഉണ്ട്. എന്ന് ഞാൻ ഓർത്താണ് പഠിച്ചോളി. ഷിർക്കിന്റെ കേന്ദ്രം തൊട്ടടുത്ത് നിൽക്കുക, ഷിർക്ക് പ്രചരിപ്പിക്കുന്ന നാട്ടിലുണ്ടാവുക, അവിടെ അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി ഉണ്ടാവുക, സുന്നത്ത് മാത്രം എടുക്കുന്ന ഒരു പള്ളി ഉണ്ടാവുക, നന്മ മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു പള്ളി ഉണ്ടാവുക. ഒരു ലൈറ്റ് ഹൗസ് ആയി ഈ പള്ളി മാറുക. അള്ളാഹ് പറയണ ആ പള്ളിയുടെ പ്രത്യേകത പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ഫീഹി റിജാലുൻ, അവിടെ ചില ആളുകളുണ്ട്
ലാ തുൽഹീഹിം, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടമാകട്ടെ, അവരുടെ വിനോദമാകട്ടെ, അവർക്കൊരു തടസ്സമാകുകയില്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് എന്തിനാ ഒരു പള്ളിയിൽ വന്നത്? നമ്മൾ കൊടുത്ത് ജമാഅത്ത് നിസ്കരിച്ചു പോവാ, മറ്റു സമയം തെറ്റിപ്പോവും. ബാങ്ക് കൊടുത്ത് എന്ന് പറയുമ്പോൾ അവർ മനസ്സിലെന്താണ്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണുകൾ മറഞ്ഞു പോകുന്ന, വിജൃംഭിതമാകുന്ന, ഹൃദയം ഇളകി മറിയുന്ന ഭയരഹിതമായ ഒരു ദിവസത്തെ പേടിച്ചിട്ടാട്ടോ. يطعمون الطعام على حبه مسكينا ويتيما واسيرا انما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا انا نخاف من ربنا يوما عبوسا قمطريرا. വേദനാജനകമായ ഒരു ദിവസത്തെ ഭയപ്പെട്ടിട്ട് അങ്ങനെ ഭയക്കുന്ന എത്ര പേരുണ്ട്? ഇന്നിപ്പോ ആരും കാണാനൊന്നുമില്ല. എന്റെ റബ്ബ് പതിസ്ഥാനത്തിരുന്ന്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥാനത്തിരുന്ന് എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, തെറ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര പേർക്ക് ജീവിതത്തിൽ സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ടെക്സ്റ്റൈൽസിൽ സഈദ് ബിൻ സഈദ് റളിയല്ലാഹു തആല ഒരു ജൗളിക്കട, ഒരു ടെക്സ്റ്റൈൽസ് നടത്തി. അസ്ർ നിസ്കാരത്തിന് ജമാഅത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകനോട് കുറച്ച് സമയം നിന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു വന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നിസ്കാരം കഴിയുമ്പോൾ ഒരാളെ തൊട്ടെടുത്ത്, അപ്പോൾ അയാളുടെ കയ്യിലെ ഡ്രസ്സ് കണ്ടപ്പോൾ ഇത് തൻ്റെ കടയിലെ ഡ്രസ്സാണല്ലോ എന്ന് അദ്ദേഹത്തിന്. അദ്ദേഹം ചോദിച്ചത് എവിടുന്ന് വാങ്ങിയ എന്ന സ്ഥലത്ത്. എത്രയും കൊടുത്ത്? 400 ദിർഹം. 200 ആണെങ്കിൽ ഇനി 400 ദിർഹം കൊടുത്തതാണ്. ഒരു കണക്ക് പറഞ്ഞിട്ടോ, അവിടുത്തെ കണക്കല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ നടക്കുന്നു. കുട്ടി കൊണ്ട് ഈ സ്വന്തം ടെക്സ്റ്റൈൽസിലേക്ക് കൊണ്ടുപോകും. നിക്കാകാരൻ്റെ മോനോട് ചോദിക്കണം, നാണില്ല, അള്ളാനെ കണ്ടുമുട്ടുന്നൊരു ബോധമില്ലേ? ഈ ഷർട്ടിന് എത്ര പൈസ ഉണ്ടോ? ഇല്ല, എന്നാൽ ബാക്കിയുടെ കൊടുക്കുക. ഇതായിരുന്നു അവർ. അബൂ ദുജാന റളിയല്ലാഹു തആല കറക്റ്റ് സുബൈക്ക് ജമാഅത്തിന് എത്തും. സലാം കിട്ടിയ ഉടനെ എണീറ്റ് പോകും. ഒരു സീസണിൽ സലാം കിട്ടിയ ഉടനെ എണീറ്റ് പോകും. 2-3 ദിവസം തുടർച്ചയായിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോൾ സാബത്ത് പിടിച്ചു നിർത്തി. എന്താ പത്ര ധൃതി? ദിക്റില്ല, ദുആ ഇല്ല, വേറൊന്നുമില്ല, പള്ളിയിലാക്കി ഇരിക്കുന്നില്ല, സലാം കിട്ടിയ ഉടനെ എണീറ്റ് പോകുന്നു. അപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു പറയാൻ മടിച്ചു. എങ്കിലും ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം പറഞ്ഞു, അതോ എൻ്റെ അയൽവാസിയുടെ വീട്ടിൻ്റെ പറമ്പിൽ, അയാളുടെ പറമ്പിൻ്റെ ലാസ്റ്റ് ഒരു ഈത്തപ്പഴം, നിറയെ ഈത്തപ്പഴം നിറഞ്ഞു നിൽക്കുക. അത് എൻ്റെ മുറ്റത്താണ് നിൽക്കുക. അപ്പം ഞാൻ സുബൈക്ക് പള്ളിയിലും ദിക്റും ദുആയും ഖുർആനോത്തും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് എൻ്റെ കുട്ടികൾ എണീച്ചിട്ട് ആ മുറ്റത്തുനിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് തിന്നാൽ എൻ്റെ മക്കളുടെ വയറ്റിലെത്തുന്നത് ഒരു ഹറാമാണ്. അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നത് ആ ഈത്തപ്പഴം എടുത്തൊരു പാത്രത്തിലാക്കിയിട്ട് അയൽവാസിക്ക് കൊടുക്കാനാണ്. നമ്മുടെ കുട്ടിയുടെ ബാഗിൽ അന്യൻ്റെ ഒരു പെൻസിൽ കണ്ടാൽ കുട്ടിയല്ലേ എന്നല്ലേ നമ്മൾ പറയുക. നമ്മൾ പറയുന്നത് എന്താണ്? കുട്ടിയല്ലേ എന്ന്. അവർ കുട്ടി, കാരണം ഇപ്പോൾ അൽഫിത്ര ഉണ്ടല്ലോ, നമ്മൾ ചെറിയ കൽബിലേക്ക് ദീന് ഫസ്റ്റ് തന്നെ ഇടുന്നത് എന്തെങ്കിലും ആ ഫിത്രത്ത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. അത് ഭയങ്കരവുമാണ്. ചെറിയ കുട്ടികളുടെ ഫിത്രത്തിൽ ഇങ്ങോട്ടൊന്ന് കൊടുത്തു നോക്കി, പക്ഷെ അത് ഭയങ്കര നിർണയതോടുകൂടി എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ഉപ്പൊക്കെ ഞങ്ങളോട് സഹകരിച്ചാൽ ലോകത്ത് ഇത്രയേറെ സ്നേഹവും ഇത്രയേറെ ആദരവും ബാപ്പാക്ക് കൊടുത്ത പോലെ ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടില്ല, ഒരു പണ്ഡിതന് കൊടുത്തിട്ടില്ല. കാരണം അത്രമേൽ ബാപ്പ എന്ന വികാരം ഞങ്ങളുടെ, കാരണം എനിക്ക് 2 വയസ്സുള്ളപ്പോൾ, ഞാൻ 2 വയസ്സുള്ളപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് ഞങ്ങൾ അതിശോധന ഒന്നും കരുതണ്ട. ഓർമ്മശക്തി അല്ലാഹു വല്ലാണ്ട് തന്നിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു തലക്കാൻ്റെ മുകളിൽ എന്നെങ്ങനെ കിടത്തു, അതിൻ്റെ അപ്പുറത്തൊരു ഖുർആൻ എടുത്ത് വെച്ചിട്ട് ബാപ്പ അതിങ്ങനെ ഓതിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. ഞാനും സിറാജും ഇപ്പോൾ ഖുർആൻ പഠിക്കാൻ ഞങ്ങളുടെ ആഗ്രഹം തന്നെ. ഇപ്പോൾ ഖുർആൻ അല്ലാത്തൊന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, കഴിഞ്ഞ ദിവസം ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ നാസിർക്ക പറയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല സത്യത്തിൽ, നേർപ്പദത്തിൽ ഒരു അക്ഷരത്തെറ്റുണ്ട്, അതുവരെ നാസിർക്കാൻ വിളിച്ചു പറയാത്രേ ബാപ്പ. നേർപ്പത്തിൽ വരുന്ന ലേഖനത്തിൽ എന്തെങ്കിലും ഒരു പദം മോശമായിട്ട് ഉപയോഗിച്ച് അത് വിസ്തത്തിൽ ചേർന്നല്ല എന്ന് ഫൈസൽ മൗലവിനെ വിളിച്ചു പറയാത്രേ. കാരണം വാപ്പ ചൊവ്വാഴ്ച നേർപ്പദം വന്ന വാപ്പക്ക് ഓരോന്നിനും ഓരോ ടൈമാണ്. അത് വെച്ചാൽ അത് ആ പേജ് വായിച്ച് തീരുന്നവരെ ആ പരിസരത്ത് എന്ത് ദുനിയാവിൽ നടന്നാലും എൻ്റെ വാപ്പ പറഞ്ഞു. അങ്ങനെ വായിച്ച് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഖുർആൻ പഠിച്ചതും. ഖുർആൻ എത്ര ഞങ്ങളൊരു ആയത്തോടിയ ബാക്കി ഞങ്ങൾ ഉമ്മ ഓതും. ഉമ്മ എവിടുന്നേ പഠിച്ചു? ഉമ്മ 2ാം ക്ലാസ് പഠിച്ചാലാ, എൻ്റെ ഉപ്പൻ്റെ അടുത്തുനിന്നാണ് പഠിച്ചത്. അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മളെ മാതൃക, നമ്മളാകണം മാതൃക. എന്ത് ചെറിയ കാര്യത്തിനും മോനെ അത് പറയരുത്, യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ അഖിമിസ് സ്വലാ എന്ന് പറയണമെങ്കിൽ പള്ളിമുനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭയപ്പാടോടുകൂടി പള്ളിയിൽ വരുന്ന ഒരു ബാപ്പാക്ക് മകൻ്റെ കൈ പിടിക്കാൻ പറ്റൂ? ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ചൊരു കുടുംബം, ചെറിയ 2 ആൺകുട്ടികളുണ്ടായിരുന്നു. സുബൈക്കും ഉണ്ടാവും, ഇഷാക്കും ഉണ്ടാവും ആ കുട്ടികൾ. എനിക്ക് അത്രയൊന്നും ദീനൊന്നുള്ള ഒരാളൊന്നുമില്ല. പക്ഷേ ഈ അടുത്ത കാലത്താണ് നമ്മുടെ പള്ളിയിൽ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. ഈ 2 ചെറിയ കുട്ടികളെയും കൊണ്ടാവില്ല. സുബൈക്ക് കുട്ടികൾ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. നമ്മൾ 11-12 വയസ്സായി നമുക്കൊരു കരുണയാണ്, ഉറങ്ങിക്കോട്ടെ, ഇന്നലെ പരീക്ഷയ്ക്ക് പഠിച്ച് 2 മണിക്ക് കിടന്ന്. ഇത് ദുനിയാവിലെ A² AB + B² എഴുതിയിട്ട് ഒരു മെച്ചമില്ലാത്ത ദുനിയാവിന് വേണ്ടിയിട്ട് ഓൻ ഉറങ്ങിക്കോട്ടെ. നേരെ മറിച്ച് അലി റഹ്മാനൊക്കെ കുത്തു കിട്ടുന്നതിന് എങ്ങനെ? സുബൈ ബാങ്കിന്റെ മുമ്പ് എഴുന്നേറ്റ് ബാങ്ക് കൊടുക്കാനായിട്ടോ പള്ളി പോകാനായി ഓരോ വീട് മുട്ടി വിളിച്ചു പോകുന്നതിനൊക്കെ കൊല്ലപ്പെട്ട്. നമ്മളെ സംബന്ധിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പള്ളിയിൽ നിന്നാണ്
ഖുർആൻ ഒന്നും വേണം പറയുന്നത്. മറുപടി ഖത്താബുള്ള ഇമാം നിൽക്കുന്ന ആ മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടും അല്ലാത്തവരൊക്കെ പറയുന്നത്, വെള്ളിയാഴ്ച പള്ളിയിൽ ഒരു ആവേശത്തോടെ, കല്യാണപ്പുറേ പോകുന്നതിനേക്കാളൊക്കെ വലിയ ആവേശത്തോടെ ഓടി വരാൻ. ഞാൻ ഇന്ന് എനിക്കൊരാൾ മെസ്സേജ് ഇട്ടാണ്, വല്ലാഹി പറയണം, ഒരു ഖുതുബ നേരിട്ട് കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട്. നാളെ നിങ്ങൾ ഏത് പള്ളിയിലാണ് ഖുതുബ? എടത്തനാട്ടുകാരുള്ള ഒരാളാണ്, അയാൾ ഗൾഫിലായിരുന്നു ഒരുപാട് കാലം. അപ്പൊ ഞാൻ പറഞ്ഞ എടത്തനാട്ടുകാർ വരുന്നുണ്ട്, മഞ്ചേരിയാണ് ഖുതുബ. ഞാൻ പറയുന്നത് ജനങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച്, എത്രയോ ആളുകൾ പുതുതായി നന്നായ പഴയ ആളുകളൊക്കെ കേടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷനോടും ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ നിങ്ങൾ കല്യാണത്തിന് കൊണ്ടുപോകാൻ വേറെ നമുക്ക് 2 മണിയാകുമ്പോഴേക്ക് ഇറങ്ങണം, അല്ലെ 10 മണിയാകുമ്പോൾ ഇറങ്ങണം. അതുപോലെ നിങ്ങൾ പറയണം, ഇന്ന് സുബൈ സ്കെച്ച് വന്നു, ഇന്ന് വെള്ളിയാഴ്ചയാണ്, എല്ലാം ഒരുക്കി വെച്ചോളി, നേരത്തെ പള്ളി പോകണം, ഇന്ന് നമ്മുടെ പെരുന്നാളാണ് എന്ന് പറയാൻ കഴിയും. അപ്പൊ നന്നാവും, ഉറപ്പായിട്ടും. ശരിക്കുള്ള ഖുതുബ ആയത്ത് ഹദീസ് ഉദ്ധരിച്ചിട്ടാണോ? അത് ചെറിയതൊന്നല്ല. പ്രശ്നം, ഞാൻ ദുബായിൽ പോയ സമയത്ത് എൻ്റെ അനുജൻ്റെ പള്ളിയിലേക്ക് 12 മിനിറ്റ് 13 മിനിറ്റാണ് ഖുതുബ. അത്രേ പാടുള്ളൂ അവിടെ, നിയമം അങ്ങനെയാണ്. 12 മിനിറ്റ് അപ്പുറത്തേക്ക് പോയത്. പക്ഷെ അതിനൊക്കെ വരുന്ന ആൾ എന്താ ഇതിങ്ങനെ കേൾക്കുന്നു, ഖുർആൻ ആയത്ത് കേൾക്കുന്നു, അതിൻ്റെ ഒരു തഫ്സീർ കേൾക്കുന്നു, ഒരു ഹദീസ് കേൾക്കുന്നു, അതിൻ്റെ വിവരണം കേൾക്കുന്നു. എന്തോ സ്വന്തമായി ഒന്നുമില്ല, ആളുകൾക്ക് എന്തോ ഒരു ഉഷാറാണ്. മാഷാ അല്ലാഹ് നമ്മുടെ മിമ്പറുകളിലൊക്കെയുള്ള ഹിക്കമ്മിമാരൊക്കെ നോക്ക്, പഠിച്ച് വന്ന് ആയത്തും ഹദീസും പറഞ്ഞ് ജനങ്ങൾക്ക് തൃപ്തിയാക്കി. അത് ഒരു പുതിയ ആളെ ഒരു വെള്ളിയാഴ്ച കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ? ഒരു പുതിയ ആളെ കൈ പിടിച്ചിട്ട് വാ പള്ളിയിൽ വാ, ഒരു തവണ വന്ന് കിട്ടിയ അന്ന് ഓന് നല്ല തൗഫീഖ് ഉണ്ടെങ്കിൽ അന്നത്തെ ഖുതുബന്റെ മനസ്സ് തട്ടിയ അടുത്ത വെള്ളിയാഴ്ച നുണ പറഞ്ഞിട്ടെങ്കിലും വീട്ടിൽ മുജാഹിദ് പള്ളിയിൽ വരും. കാരണം മുജാഹിദ് പള്ളിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ കലാപം ഉണ്ടാവും. അതുകൊണ്ട് നുണയെങ്കിലും പറഞ്ഞിട്ട് ഒളിച്ചു പാർത്തും ആ പള്ളിയിൽ. കോഴിക്കോട് ടൗണിലൊക്കെ അങ്ങനെ വന്നിട്ടാണ് ആളുകൾ മാറിയത്. തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ വന്നിട്ടാ, വൈറ്റിലൊക്കെ അങ്ങനെ വന്നിട്ടാ. ടൗണിൽ റോഡ് സൈഡിലെ പള്ളിയിലെടുത്ത് കയറും, ഒറ്റ ഖുതുബ, പിന്നെ അവർ വരികയാണ്, അതിനായിട്ട് വരികയാണ്. മാർക്കറ്റിൽ പോകാന്ന് നുണവരെ പറഞ്ഞു വന്നിട്ട് മുജാഹിദായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരൊക്കെ എനിക്ക് വ്യക്തിപരമായി അറിയാം. ഞാൻ ഈ സഹോദരിമാരോട് പറയുന്നത്, നിങ്ങൾ എന്നെ ചിന്തിച്ചു, നിങ്ങളൊരു കല്യാണത്തിന് പോകാൻ കാണിക്കുന്നു, ഷാർ അള്ളാഹിന്റെ ഭവനത്തോട് നിങ്ങൾ കാണിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നു അള്ളാഹു ഈ സൗഭാഗ്യം ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട്, ഞാൻ വിചാരിക്കുക ഈ ഭൂമി ഒഴിഞ്ഞു കിടക്കുന്നു, നമ്മുടെ പള്ളി വെക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കുല്ലം യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന. ഓരോരുത്തരെ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് അള്ളാഹ് ഏൽപ്പിച്ചു തന്നു, നമുക്ക് ആ ഉത്തരവാദിത്തം ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ ആ കാര്യം വളരെ ഗൗരവമായി ഓർക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, വിശേഷ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, ഒരു മൊബൈൽ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നിതാന്തമായ ജാഗ്രത പുലർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത അത്രയും പിഴവിലേക്ക് നമ്മുടെ മക്കൾ വളരെ പെട്ടെന്ന് ചെന്ന് ചേരും. വീട്ടിൽ ചെയ്യൽ പരമാവധി നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ലതിനാണെങ്കിൽ പോലും പരമാവധി നമ്മളത് യൂസ്. കടപ്പറയിലൊക്കെ വന്നാൽ ഭാര്യയ്ക്ക് നമ്മളോട് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ അപ്പോഴും നമ്മൾ ചിലപ്പോൾ സെൽഫിന് ചിലപ്പോൾ എന്തോ വിവാദം ഉണ്ടാവും, ചിലപ്പോൾ തന്നെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടാവും, അത് നമ്മളൊരാളെ പറ്റിയായിരിക്കും, അത് ഇങ്ങനെ തോണ്ടി അപ്പോൾ അവൾ ഉറങ്ങിപ്പോവും, കുട്ടികൾ പുറത്ത് ഉറങ്ങിപ്പോവും, ഒന്നും മിണ്ടാനോ ആവാൻ കഴിയില്ല. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തുന്നതന്നെ 12 12 അവിടെ ചെന്ന് പിന്നെ നമ്മൾ തോണ്ടിയിടും നാളേക്ക് ഇന്നൊരു ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞ എന്താ അറിയോ, എൻ്റെ മോൻ സംഘടനയിലെ ഏറ്റവും യൂത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഒരു ജില്ല എന്ന് ഞാൻ പറയില്ല, കുടുംബത്തിലേക്ക് നോക്കാനോ ബാപ്പാന്റെ അമ്മാന്റെ അടുത്ത് പോകാനോ അവന് കഴിയുന്നില്ല. എന്താ? സംഘടനാ പ്രവർത്തനം കൂടിയിട്ട്. ഇത് രണ്ടിന്റെ ഇടയിൽ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ എന്ന് പറഞ്ഞ നിലപാടില്ലേ? എല്ലാം വേണം. കണ്ണിനോടുള്ള കടപ്പാട് നിർവഹിക്കണം, ഉറങ്ങണം, ഭാര്യനോടുള്ള കടപ്പാട്, മക്കളോടുള്ള മാതാപിതാക്കളുടെ തൃപ്തി. മാതാപിതാക്കളെ ധിക്കരിച്ചൊക്കെ പോകുന്ന മക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്താ തന്തേ എന്താ തള്ളേ എന്നുള്ള നിലവാരത്തിലേക്ക് നമ്മുടെ മക്കൾ വരികയാണ്. ഞങ്ങൾ തന്നെ മതി എന്ന് തോന്നുകയാണ് അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ എല്ലാ മാസവും ഇതുപോലെ ക്ലാസ് വെക്കാൻ തയ്യാറാണ്. ഞാൻ വരും എല്ലാ മാസവും ഓരോ വിഷയം തിരഞ്ഞെടുത്ത് ഇതുപോലെ ഒരു തസ്കിയത്ത് ഇരുന്ന് നോക്കി. നിങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അടിമുതൽ മുടി വരെ മാറ്റം ഉണ്ടാവും. തീർച്ചയായും ഒരു ജീവിതത്തിന്റെ ഏത് ചെറിയ സംഗതികളിലും മാറ്റം ഉണ്ടാവും. എത്രയോ ആളുകൾ ദുഷിച്ച് ജീവിച്ചവർ കേൾക്കാൻ സന്നദ്ധരായപ്പോഴേക്കുണ്ടായ മാറ്റം വളരെ വലുതാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഒരു വചനം കേട്ടാൽ തന്നെ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് ചെറുതൊന്നല്ല. നിങ്ങൾ ഖുർആൻ വെറുതെ ഒരു 3 ആയത്ത് ഡെയിലി വായിച്ച 6 കൊല്ലം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ് തീരും. 6 കൊല്ലം കൊണ്ട്. ഇപ്പൊ നമ്മൾ 2024 ഡിസംബർ കഴിയാൻ പോകും. 2025 ജനുവരി 1 നമ്മൾ തുടങ്ങി വെച്ചാൽ 6 കൊല്ലം കൊണ്ട് മാഷാ അല്ലാഹ് ഖുർആൻ കംപ്ലീറ്റ് അർത്ഥം ചെയ്ത് പഠിക്കുന്ന. ഡെയിലി 3 ആയത്ത് അർത്ഥം പഠിച്ചാൽ, അമാനമലയുടെ തഫ്സീർ വെച്ച് ഡെയിലി 3 ആയത്ത് പഠിക്കാൻ ഒരാൾ തയ്യാറായാൽ 6 കൊല്ലം കൊണ്ട് ഖുർആനിലെ 114 അധ്യായം പഠിക്കും. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു വഖൈറു മിമ്മാ യജ്മഊൻ. 10-ാം അധ്യായം 58-ാമത്തെ വചനം. ഇത് അല്ലാഹുവിന്റെ ഫദ്ല മോനെ, മോളെ, ഈ ഖുർആൻ അല്ലാഹുവിന്റെ ഫദ്ലാണ്. വബിറഹ്മതിഹി, അവന്റെ കാരുണ്യമാണ്. ഫബിദാലിക ഫലിയഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ ആഹ്ലാദിച്ചോളീൻ. ഖുർആനിന്റെ നിന്നുള്ളതാണ് ആഹ്ലാദം. നിങ്ങൾ സമ്പാദിക്കുന്ന BMW, നിങ്ങളുടെ ഫെറാറി, നിങ്ങളുടെ കൊട്ടാരം,
ഇതൊക്കെ നിങ്ങളുടേതാണ്. പക്ഷെ അള്ളാഹിന്റെ ഗ്രന്ഥത്തെ പോലെ ഒരു സമ്പാദ്യം, അത് പ്രയോഗം തന്നെ അങ്ങനെ. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന ദുനിയാവിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. നിനക്ക് 10 ആയത്ത് അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാളോട് ചെറിയ കുട്ടീനോട് ചോദിച്ചു, ബക്കറ അറിയോ, സൂറത്ത് ബക്കറ അറിയോ? റസൂൽ എനിക്കറിയാം. എങ്കിൽ ഇയാളാണ് കേട്ടോ അമീർ മദീന. സൂറത്ത് ബക്കറ അറിയുന്നതിന് അമീറ ഇസ്ലാമിക ലോകത്ത്. നമുക്ക് എത്ര പേർക്കറിയാം? ഇന്ന് സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് കോമഡി കൊണ്ട് ഒരു അങ്ങേയറ്റം ചിരിച്ച് നമ്മളൊക്കെ ബോധം കെട്ടൊക്കെ പോകുന്ന കോമഡികൾ അങ്ങനെ കണ്ടിട്ട് ഓളം കൊണ്ട് ഫുൾ ടൈം ഇതിൻ്റെ സിനിമയും സീരിയലും അതുപോലെ ഈ റീൽസും അതൊക്കെ ഇങ്ങനെ അതിലെ ഈ എന്താ പറയുക കൃത്രിമമായി പൈശാചികമായി സൃഷ്ടിക്കുന്ന വാക്കുകളും മനസ്സിലില്ലാത്ത എത്രയോ ഡയലോഗുകളും ഇതൊക്കെ കേട്ട് നേരം മുട്ടി എന്ത് പറയുക അള്ളാഹിനോട്? നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിട്ട് ഒന്നുകൂടി ചിന്തിക്കും. ഇന്നിപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇത് പൂർത്തിയാവില്ലേ നമുക്കറിയില്ല. ഇന്ന് പോകുന്ന സമയത്ത് ഒരു മരണം വന്നാൽ, അറ്റാക്ക് വന്നാൽ, ഞാൻ എൻ്റെ സ്റ്റിയറിംഗിലേക്ക് വീണാൽ, എൻ്റെ വണ്ടിയിൽ വീണ് മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? എന്താ പഠിച്ചോണ്ടിരുന്നേ കൊണ്ടുപോകാൻ? അബൂ ഹുറൈറ മരിക്കാൻ കിടക്കുമ്പോൾ വിതുമ്പി കരഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനേക്ക് അറിയണത്? ജീവിതം ധന്യമല്ലേ? ഇസ്ലാം ആയത് മുതൽ ഫുൾ ടൈം ഇസ്ലാമിന് വേണ്ടി. അപ്പം അദ്ദേഹം പറയാണ്, എൻ്റെ ഖബറിലേക്കുള്ള ദൂരം കുറച്ചേ ഉള്ളൂ, പാതയും കുറച്ചേ ഉള്ളൂ, പുണ്യം കുറവാണ്. അബൂ ഹുറൈറയ്ക്ക് തോന്നുന്നു പുണ്യം കുറവാണ്. ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ആയിഷ ബീവി റസൂലിന്റെ വഫാത്തിന് ശേഷം പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ ധനാഢ്യന്മാർ സ്വർഗത്തിൽ ഓടിക്കേറുന്നില്ല, നെരങ്ങിയിട്ടേ പോകുമെന്ന് റസൂൽ പറയുന്നുണ്ട്. അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ മനസ്സിൽ വല്ലാത്ത ആദി ഉണ്ടായി. അന്ന് മദീനയിൽ 700 ഒട്ടകപ്പുറത്ത് അദ്ദേഹത്തിന്റെ സാധനം വന്നു, കച്ചവടത്തിലുള്ള സാധനം 700 ഒട്ടകപ്പുറത്ത്. അപ്പം അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് കച്ചവടം ചെയ്യണ്ട, ഇത് മുഴുവനും മദീനയിലെ പാവപ്പെട്ടവർക്ക് സദക്കയായിട്ടു. എന്നിട്ട് ആയിഷ ബീവിനോട് പറയുന്നുണ്ട്, എനിക്ക് സ്വർഗം കിട്ടുമോ? സ്വർഗമായി. നിങ്ങളിവിടെ ഓതിക്കേട്ട ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 185 കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന. വല്ലാത്തൊരു, ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തോ അതാണ് വിജയം. അത് മാത്രമാണ് വിജയം. ഈ ദുനിയാവൊക്കെ വിട്ടുപോകും. ഞാൻ ചില വീടുകളൊക്കെ നമ്മളിങ്ങനെ കാണില്ലോ, നമുക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു. പക്ഷെ ഈ വീട് ഇതെല്ലാം നശിക്കുല്ലുമെന്നലേഹ ഒരു വലിയ കാര്യമല്ലേ? അർമീനിയയിലെ ഭൂകമ്പം ഉണ്ടായി, സാൻ ഫ്രാൻസിസ്കോയിലെ ഭൂകമ്പം ഉണ്ടായി, ലത്തൂറിൽ ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം വന്നിട്ട് കൊട്ടാര സമാനമായ വീടുകൾ തകർന്ന് തെരിപ്പണമായി ഒഴുകി വെള്ളത്തിൽ കൂടെ കടലെത്തി. എല്ലാ സ്വപ്നങ്ങളും 30 സെക്കൻഡ് 2000 വർഷം കെട്ടിപ്പടുത്തതായിരുന്നു ഇറാനിലെ ബാം പ്രദേശം. 2000 കൊല്ലം കൊണ്ടാണ് ആ നാട് ഒരു കെട്ടിപ്പടുത്തത്. 30 സെക്കൻഡ് കൊണ്ടാണ് ആ നാടിനെ അള്ളാഹു നശിച്ചു. 30 സെക്കൻഡ്, 2000 കൊല്ലം. അത് പടുത്തുയർത്താൻ മനുഷ്യർക്ക് 2000 കൊല്ലം, അത് തകർക്കാൻ പടച്ചവന് 30 സെക്കൻഡ്. എല്ലാവരും ഓർക്കേണ്ട കാര്യം എന്താ അറിയോ? പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, ഘനമേറും കല്ലതിന്റെ മീതെ. പാട്ടൊക്കെ നല്ല പാട്ടാണ്. തൊട്ടടുത്ത കടയിൽ നീതു വന്നു, നിന്നെ പൊതിയാനായി എടുത്തിടും വെള്ളത്തുണി. ഏതോ കടയിൽ നമ്മൾ പൊതിയാനുള്ള 250 റുപ്യ വിലയുള്ള മല്ല് തുണി നമുക്ക് വേണ്ടി ആ റോഡറിൽ കാത്തു കിടക്കുക. അതിൽ പൊതിഞ്ഞ് എല്ലാം ചെയ്ത് സുഗന്ധങ്ങളൊക്കെ പൂശി കൊണ്ടുപോവുക. എല്ലാവരും വീട്ടിലുള്ളവരോ ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സത്യത്തിൽ ഞങ്ങൾക്കെല്ലാവരും ഇല്ലേ? അയാൾക്കല്ലേ ആരുമില്ലാത്ത? അയാൾ കബറിൽ കിടക്കുക. ഇതാ മാത്തൽ ഇൻസാനു ഇൻക തഅമലുഹു ഇല്ലാ മിൻ സലാസിൻ. 3 കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാം മുറിഞ്ഞു പോവുകയാണ് ആ കബറിൽ, അല്ലേ? ഒരു വല്ലാത്ത രംഗല്ലേ. ഞാനിന്ന് നമ്മുടെ ബിലാലിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തു, ബിലാലിന്റെ ഉമ്മ മരിച്ചിട്ട് ഇന്നേക്ക് 8 വർഷമായി. അപ്പം ഞാൻ പറഞ്ഞു, ബിലാലെ നിന്റെ ഉമ്മ മാത്രമല്ലടാ, എനിക്കില്ല ഉമ്മ. ഉമ്മ ഇല്ലാണ്ടാവുമ്പോൾ ആ വിലാപുണ്ടല്ലോ. നമുക്ക് 2 പേർക്കും സുഖമില്ല, നമുക്ക് 2 പേർക്കും അസുഖമാണെങ്കിലും നമ്മുടെ ബാപ്പാര് ജീവിച്ചിരിപ്പുള്ളൂ. അതും ഇല്ലാത്ത ഒരുപാട് ആളുണ്ട്. സാരമില്ല, നമുക്ക് ദുആ ചെയ്യാം, അല്ലേ? അല്ല, നമ്മളങ്ങനെ വിളിക്കുന്ന പേര് മാറിപ്പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ, ഉപ്പയെന്ന വിളിയും മക്കൾ മാറ്റുമേ. ഉപ്പാന്നല്ല, മയ്യത്താ. പിന്നെ കോമൺ നെയിമാണ്, ഒരു കോമൺ നെയിമാണ് മയ്യത്ത്. ആ മയ്യത്ത് കൊണ്ടുപോകും. ഞാൻ മുഹമ്മദ് മദനി മരിച്ചപ്പോൾ, എം മദനി അല്ല കേട്ടോ, കണ്ണൂരിൽ ഒരു മുഹമ്മദ് മദനി ഉണ്ടായിരുന്നു. 10-20ഓളം ലേണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് അക്രം അല്ലേ, ഹിക്കമിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു മുഹമ്മദ് മദനി. അപ്പോൾ ഖബർസ്ഥാനിൽ ഞാനുണ്ട്, സക്കരിയ സുലൈൻ്റെ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ, എല്ലാവരും പോയി, പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും. അപ്പോൾ ഞാൻ നോക്കണം എന്താണെന്ന് വെച്ചാൽ, ഈ മകൻ എന്ത് ചെയ്യും? പാപ്പാൻ്റെ അടുത്ത് കുറച്ചുകൂടി നിൽക്കുമോ? എല്ലാവരും പോയാലും നിൽക്കുമോ? ഞാനിങ്ങനെ നോക്കി. എല്ലാവരും പോയി, ഞാൻ അപ്പുറത്ത് മാറിയിട്ടുണ്ട്.
ഏറ്റവും പോകുന്ന ആൾ ഞാനാണ്. അതങ്ങനെ നിന്നു. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. കണ്ണൂർ ദൈവത്തെ നടത്തുന്ന കാലത്തൊക്കെ ഒരുപാട് ഓർമ്മകൾ, ആ സൗഹൃദത്തിൻ്റെ ഒരു നിപ്പ്. അപ്പോൾ ഒരു നിശ്ചിത സമയം ഇപ്പം മകനും എല്ലാം നടന്നു. അപ്പം ഞാൻ ചിന്തിച്ചൊരു പോയിന്റ്, 10 കൊല്ലം ഞാൻ എൻ്റെ അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനത്തെ 9 മാസം ICUവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. ഉമ്മ ഹോസ്പിറ്റലിലാവുമ്പോൾ ഉമ്മാനെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോരുമോ? നമ്മൾ ഉമ്മാനെ ഒറ്റക്കാക്കി പോരുമോ? ICUവിലാണെങ്കിലും ഉമ്മ ഒറ്റക്കാണെങ്കിലും പുറത്ത് നമ്മൾ കാവലിക്കുക അല്ലേ? പക്ഷെ എന്താ ഒരു ഉമ്മാൻ്റെ മയ്യത്തുകൊണ്ട് വെച്ചാൽ പിന്നെ അവിടെ കാവലിക്കാത്ത നിൽക്കൂല, ഒരു മക്കളും നിൽക്കൂല. ഉമ്മ ഒറ്റക്കാണല്ലോ, ഇന്നലെ വരെ ഉമ്മാന്റെ കൂടെ അടുത്ത ബെഡിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ, പള്ളിക്കാട്ടിൽ എന്റെ ഒറ്റക്കാണല്ലോ, ഇല്ല, ചിന്തിക്കില്ല. അതുകൊണ്ടാണ് ഈ റിജുവേഴ്സിനാണ് ഈ 2 മടങ്ങിപ്പോരും. അമല് മാത്രം ബാക്കിയാവും, മക്കളൊക്കെ പോവും. കാലചക്രം കറങ്ങുമ്പോൾ മക്കൾ മറന്നു പോവും, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറന്നു പോകും. അപ്പൊ പിന്നെ അവിടെ എന്താ ഉള്ളത്? ചുരുങ്ങിയൊരു കാലയളവിൽ നമ്മൾ ഉണ്ടാക്കിയ അമല് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചത്, പടച്ചോനെ കൽബിൽ കൊണ്ടത്, ഈമാൻ ഉൾക്കൊണ്ടത്, ഖുർആൻ വായിച്ചത്, അതിനനുസരിച്ച് ജീവിച്ചത്, മക്കളെ നോക്കിയത്, എന്തിനെല്ലാം അല്ലാഹു ഓഫർ നൽകി നമുക്ക് നന്ദി കേട് കാണിക്കും. വൈദ തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീലന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. സൂറത്ത് ഇബ്രാഹിമിലെ 7ാമത്തെ വചനമാണ്. ഞങ്ങൾക്ക് ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട്. അല്ലാഹു പറയാൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞങ്ങൾക്ക് ആ നിയമത്ത് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിച്ചാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. സൂറത്ത് ബഖറ 152. നിങ്ങൾ എന്നോട് എന്നെ ഓർക്കി, എൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നവരായി എങ്കിൽ വലിയ സംഘത്തിൽ വെച്ച് നിങ്ങളെ ഞാൻ ഓർക്കും എന്ന് റസൂലുള്ളാഹി ഹദീസിലൂടെ വിവരിച്ചു ഈ ഖുർആനിക വചനത്തെ. അല്ലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. സൂറത്ത് റായത്ത് 28ാമത്തെ വചനം. അല്ലാഹനെ ഓർക്കുക വഴിയാട്ടോ മനസ്സ് സമാധാനമാകുക. അഖ്മിസ് സ്വലാത്ത ലിദിക്രി, എൻ്റെ ഓർമ്മ നിലനിർത്താനാട്ടോ നിസ്കാരം. തട്ടിപ്പടച്ച തണുപ്പിൽ ഡിസംബറിന്റെ ലാസ്റ്റിലും ജനുവരിന്റെ ഫസ്റ്റിലും നല്ല തണുപ്പായിരിക്കും. നല്ലോണം ഒളു ചെയ്ത് വിറയ്ക്കുന്നുണ്ട്. ഒരു മഫ്ലറൊക്കെ തലകെട്ടൊക്കെ ഇട്ട് നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നമുക്ക് അള്ളാഹിന്റെ ദിമ്മത്തിലാണ് ഞാൻ സുബൈക്ക് എന്ന് ചിന്തിക്കാം. അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം കേട്ടു ചാടി എണീച്ച് തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫാ. അടച്ചോനെ പേടിച്ചിട്ട് കിടക്കേ നിങ്ങൾ ചാടി എണീച്ച്. AC റൂമിലാണ് കിടന്നൊക്കെ ശരിയാണ്, പക്ഷെ ചാടി ഇങ്ങോട്ട് എണീച്ച് മുഖത്തൊക്കെ തടവി കയ്യൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ടോയ്ലറ്റിലൊക്കെ പോയി കുളിക്കണൊക്കെ കുളിച്ച് നല്ല ഡ്രസ്സ് ഇട്ട് അള്ളാന്റെ മുമ്പിലേക്ക്, സുഗന്ധം പൂശി അള്ളാന്റെ മുമ്പിലേക്ക്, പടച്ചോന്റെ മുമ്പിലേക്ക്. എന്ത് രസമുണ്ടാ ജീവിതത്തിന്. ആ ദിവസം സേഫ്. അള്ളാന്റെ റസൂൽ പറയാം, സുബൈസ്കരിച്ചു വെച്ചാൽ അള്ളാന്റെ ദിമ്മത്തിലാണ്, ജമായത്ത് പങ്കെടുത്തത് അള്ളാന്റെ ദിമ്മത്തിലാണ്. ഒരു സുബൈ ജമായത്ത് നഷ്ടപ്പെട്ട മഹാനായ സഹാബി അനസ് റളിയല്ലാഹു മരിക്കുന്നവരെ കരഞ്ഞുമാണ് ആ ജമായത്ത് നഷ്ടപ്പെട്ടു വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാണ്. നിങ്ങളോട് പറയാനുള്ള എത്രയേ ഉള്ളൂ, ഇടക്കൊക്കെ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് കൂടും. ഒരു നഷ്ടമില്ല, ഒരു നഷ്ടം. കുറേ സമയം മൊബൈലൊക്കെ താഴെ വെച്ച് അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാൻ ഇങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ കേട്ട് എന്നിട്ടോ ഒറ്റയ്ക്ക് ഇത് ഫുളൈൽ ബിൻ ഇയാദ് അന്ന് രാത്രി ചിന്തിച്ച കാര്യം പോലെ പടച്ചോനെ എത്ര തെറ്റ് ചെയ്തു പോയി. ആയുസിൻ്റെ നല്ലൊരു കാലം കടന്നുപോയി അല്ലേ. മഹാനായ സഅദ് ബിൻ മുആദ് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 30 വയസ്സാണ്, മരിക്കുമ്പോൾ 35 വയസ്സാണ്. 5 കൊല്ലം ഇസ്ലാമിൽ ജീവിച്ചത്. ഒരു 5 കൊല്ലം അദ്ദേഹത്തിൻ്റെ മരണം നടന്ന അല്ലാഹുവിൻ്റെ അർശ് കിലുങ്ങിയെന്നാണ്. അത്ര പ്രാധാന്യമുള്ള റസൂൽ പറയുന്നുണ്ട്, ഖബറിനൊരു ഇടുങ്ങലുണ്ട്. ഖബർ ഓരോ മയ്യത്ത് വരുമ്പോൾ ഖബറൊന്ന് ഇട്ടുക്കും, എന്നിട്ട് നമ്മുടെ വാരിയിൽ കൂത്തു പോകുന്ന പറയുന്നത്. ആ ഖബറിങ്ങനെ ചെറുതായിട്ട് ഈ മയ്യത്തിനങ്ങോട്ട് ഒതുക്കി പിടിക്കും. അപ്പോൾ നമ്മുടെ എല്ലുകൾ തമ്മിൽ കൂത്തു പോകും. ഈ അവസ്ഥ ആർക്കെങ്കിലും അല്ലാഹു വിട്ടുകൊടുക്കുകയായിരുന്നെങ്കിൽ അത് സഅദ് ബിൻ മുആദിനാകുമായിരുന്നു. ആ മനുഷ്യന്റെ 5 കൊല്ലം ഇസ്ലാമിൽ ജീവിച്ചത്. വെറും 5 കൊല്ലം. 5 കൊല്ലം മതി സ്വർഗം നേടാൻ. 1 മിനിറ്റ് മതി സ്വർഗം നേടാൻ. ഒരു ഉദാഹരണം പറയാം അവസാനിപ്പിക്കുമ്പോൾ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടു. ഈമാൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി അയാൾ ഒട്ടകപ്പുറത്ത് വരും. നല്ലൊരു കച്ചവടക്കാരനാണ്. കുടുംബവും കച്ചവടവും ഒക്കെ ഒഴിവാക്കി അന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അദ്ദേഹം. ആ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് നബിയുള്ള പരിസരത്തേക്ക് എത്തിയപ്പോൾ നബിയും സ്വഹാബത്ത് ഇങ്ങനെ പോകുന്നു. പെട്ടെന്ന് അയാൾ ഓടി വന്നപ്പോൾ നിങ്ങൾ എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ മക്കത്തൊരു മുഹമ്മദ് വന്നിട്ടുണ്ടോ, ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അദ്ദേഹം നിന്നു. ഞാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ, ഞാനാണ്, എന്താണ് നിന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ഈമാൻ. റസൂൽ അയാൾ ഒട്ടകപ്പുറത്ത് തന്നെ റസൂൽ ഈമാനായിരുന്നു പറഞ്ഞു കൊടുത്തു. ഈ ഈമാൻ പറഞ്ഞു കൊടുത്ത് അയാളത് ഉറപ്പിച്ച് ചെല്ലി. ഇതാണോ എന്ന് ചോദിച്ചു. എന്നാൽ ഞാനിത് നടപ്പാക്കുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് ചരിഞ്ഞ് താഴോട്ട് വീണ് മരിച്ചു. നമ്മൾ ചിന്തിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പുറകോട്ട് നിന്നു, ഒരു 2 അടി പുറകോട്ട്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബി എന്താണ് അയാളുടെ മയ്യത്തിൻ്റെ അടുത്ത് നിങ്ങൾ പെട്ടെന്ന് പുറകോട്ട് നിന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നിന്നുള്ള ഫ്രൂട്ട് 2 മലക്കുകൾ അദ്ദേഹത്തിനെ കഴിപ്പിക്കാൻ, കാരണം വിശപ്പ് കാരണമാണ് മരിച്ചത്. ഈമാൻ അറിയാൻ വേണ്ടി ഓടിപ്പോകുമ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്ന ആ സമയം നഷ്ടപ്പെടുമല്ലോ, ഞാൻ റസൂലിൻ്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ചിന്തിക്കണം. സ്വർഗത്തില്ല, നിസ്കരിച്ചിട്ടില്ല, നോമ്പൂറ്റിട്ടില്ല, ഇസ്ലാമായി ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല. 1 മിനിറ്റ് ഈമാൻ കെട്ടത് മനസ്സിൽ ശരിക്കായിട്ട് ഉറപ്പിച്ചിട്ടൊരു സ്വർഗം കിട്ടും. ഒരുപാട് കൊല്ലൊന്നും വേണ്ട സ്വർഗത്ത് പോയാൽ. ഒരുപാട് കൊല്ലം അധ്വാനിച്ചാലും ചിലപ്പോൾ നരകത്ത് പോകും. അതുകൊണ്ട് വളരെ വളരെ ഗൗരവമായി ഞാൻ നിങ്ങളോട് പറയണം, പഠിക്കണം, വായിക്കണം,
ഈ പുസ്തകത്തിൻ്റെ അടുത്തൊക്കെ വന്നിരുന്നതൊക്കെ ഒന്ന് മറച്ചു നോക്കി. ഒരു അധ്യായത്തിൽ ഒരു ആയത്തെടുത്ത് എന്താണ് എൻ്റെ റബ്ബിനോട് പറയുന്നത്, ഒരു നേർപ്പതെടുത്ത് നിന്നും കണ്ണീര് വരുന്ന എത്ര ലേഖനത്തിലുണ്ട്, എന്തെല്ലാം സംഭവങ്ങളുണ്ട്. എത്രയോ ഞാൻ വിചാരിക്കുന്നു കേരളത്തിൽ ഇറങ്ങുന്ന വീക്കിലികളിൽ ഏറ്റവും ഒതൻറ്റിസിറ്റി, ഏറ്റവും വലിയ പ്രമാണം അനുസരിച്ച് എഴുതുന്ന സ്ഖലിതങ്ങൾ വരാതിരിക്കാൻ വളരെയേറെ സൂക്ഷിക്കുന്ന ഒരു പ്രസിദ്ധീകരണാലയമാണ്. അതിൻ്റെ വരി ചേർക്കുന്ന കാലഘട്ടം കൂടിയാണ്. അപ്പോൾ എല്ലാവരും അത് ചേരുകയും ആകുകയും വായിക്കുകയും ഒക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, കൊണ്ടുപോയി കൊടുക്കണം, ഇതൊക്കെ ചെയ്യണം. ഒരുപാട് ബാധ്യതകൾ നമുക്കുണ്ട്. നാളെ വെള്ളിയാഴ്ചയാണ്. ഇന്നതിൽ ഇവിടെ വന്ന സ്ത്രീകളൊക്കെ നാളെ അള്ളാഹു അവർക്ക് പിരീഡ് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ, അവരൊക്കെ വിളിക്കുക. വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ വിളിക്കുക കൂട്ടുകാരനെ. കല്യാണത്തിന് വേണ്ടൊക്കെ വിളിക്കല്ലോ, ടൂർ വേണ്ട വിളിക്കല്ലോ, നീ റെഡി ആയിട്ടുണ്ടോ? അതുപോലെ ഇന്ന് നമ്മളെ പെരുന്നാളാണ്, ജുമയ്ക്ക് പോണ്ടേ, എന്നിട്ട് ഒരു 10 തവണ ഒന്ന് വിളിച്ചു നോക്കി നിങ്ങൾ. ഇൻഷാ അല്ലാഹ് നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. നന്നായി പ്രവർത്തിച്ചാൽ വലിയ റിസൾട്ട് ഉണ്ടാവും. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനും പള്ളിയും ഖുർആനും ഈ മസ്ജിദൊക്കെ ആയിട്ട് ഞാനിവിടെ വന്നപ്പോൾ ആദ്യം ചിന്തിച്ചത്, ഞാൻ ഉദ്ഘാടനത്തിനൊക്കെ വന്നാണല്ലോ, നമ്മുടെ നാട് ചെറിയൊരു സ്ഥലം നമുക്ക് കിട്ടി. എത്ര മനോഹരമായ വൃത്തിയുള്ള ചെറിയ നേരിയ തണുപ്പും ഒക്കെ ആയിട്ട് ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനും കൈ ഉയർത്താനും ഇവിടെ കുറച്ച് നേരം ഇരിക്കാനും നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ നമുക്കൊരു അവസരമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നേരത്തെ വന്നിട്ട് വലത് ഭാഗത്ത് കിബിലക്ക് നേരെ അഭിമുഖമായി കൈവച്ചിട്ട് കിടക്കുകയായിരുന്നു. നബിയുടെ ഒരു സുന്നത്തായിരുന്നു അത്. അങ്ങനെ ഒരിക്കൽ കരഞ്ഞു കിടക്കുന്ന ഒരു രംഗം വന്നപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മരുഭൂമിയിൽ, നബി എന്തിനാ നിങ്ങൾ കരയണമെന്ന് ചോദിച്ചു. ആരെങ്കിലും നിങ്ങളെ കുറ്റം പറഞ്ഞു, എന്താണ് നിങ്ങൾ കരച്ചില്ല? സൂറത്ത് ആൽ ഇംറാനിലെ 190 മുതൽ 93 വരെയുള്ള 3 ആയത്തുകളാണ് എന്നെ കരയിപ്പിച്ചത്. നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളുകൾക്ക് ലായാത്തിൽ ഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ആ വചനങ്ങളാണ് എന്നെ കരയിപ്പിച്ചത്. ചില വചനങ്ങൾ മനുഷ്യരെ കരയിപ്പിക്കും, കണ്ണ് നനയിക്കും. സത്യം, ആ ഖുർആനിക വചനങ്ങളിലൂടെ നമ്മൾ യാത്ര പോകുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ ലോകത്ത് മറ്റൊരാൾക്കും കിട്ടാത്തൊരു നിർവൃതി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എമ്പാടും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുസ്ലിം സംഘടനകൾക്കിടയിൽ നമ്മൾ ജീവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സത്യത്തിൻ്റെ അകലുകാർക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരും. തറക്തുകും അലൽ മഹിജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ. പ്രകാശപൂരിതമായ ഒരു പാതയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിട്ടേച്ചു പോയത്. അതിൻ്റെ രാവ് പകലിനെ പോലെ പ്രശോഭിതമാണ്. ഭയപ്പെടേണ്ട. അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസു മിൻ ബഅദി മിൻ സുന്നതി. എൻ്റെ കാലശേഷം എൻ്റെ സുന്നത്തിനെ കേടുവരുത്തുമ്പോൾ അതിനെ ഇസ്ലാഹ് നടത്തുന്ന ഒരു വിഭാഗം, ആ ഉറബായിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള ആ അഭിനന്ദനത്തിന് അർഹരായവരാണ്. സുന്നത്ത് സ്ഥാപിക്കാൻ വേണ്ടി, തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി തലനാരിഴകേറി നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ശിർക്കല്ലാത്ത ഒന്നിനെ ശിർക്കാകാതിരിക്കാനും തൗഹീദായ ഒന്നിനെ ശിർക്കാകാതിരിക്കാനും ശിർക്കാണ് എന്ന് ബോധ്യമുള്ളതിനെ തൗഹീദാക്കാതിരിക്കാനുമുള്ള നമ്മുടെ നിതാന്തമായ ജാഗ്രതയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ആകത്തുക. അതുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കി വിലയിരുത്തി പഠിച്ച് ഉൾക്കൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വായിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും തദനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന സച്ചരിതരിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലും ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൈകളെ അള്ളാഹു ബന്ധിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ദൂരീകരണം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് വരിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ ഉമ്മ ബാപ്പമാർക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. സാമ്പത്തികമായ ഒരുപാട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു തുറസ്സ് നൽകുമാറാകട്ടെ. മക്കളുടെ പേരിൽ ദുഃഖിക്കുന്ന ആളുകൾക്ക് മക്കളാൽ തന്നെ അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.